Good morning everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian and welcome to the Hindu editorial analysis of 11th June 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് നോക്കാം, അതുപോലെ തന്നെ വൊക്കാബുലറി നോക്കാം, ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഡെയിലി സെഷനാണ്. മൺഡേ ടു സാറ്റർഡേയ്സ് രാവിലെ 8:30 മണിക്ക് നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസുമായിട്ട് വരും. വൊക്കാബുലറിയും ഗ്രാമർ സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ ഹിന്ദു എഡിറ്റോറിയൽ ആർട്ടിക്കിൾസും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയുള്ള സെഷനാണ്. നിങ്ങളുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാനും നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാനും അതുപോലെ നിങ്ങളുടെ റീഡിംഗ് സ്കിൽസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ജനറൽ അവയർനെസ് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു സെഷനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് എവ്രി വൺ. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എല്ലാവരും? ഉഷാറാണല്ലോ. നമ്മുടെ 10th പ്രിലിംസിൻ്റെ എക്സാം ഉണ്ടല്ലേ. നമ്മുടെ കുറച്ച് കുട്ടികൾക്ക് 10th പ്രിലിംസിൻ്റെ എക്സാം ഒക്കെ ഉണ്ട്. അപ്പോൾ 10th പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത ഫേസ് 3rd ഫേസ് എക്സാം ആണല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ കോട്ട് ഇതാണ്: എ വിന്നർ ഇസ് ജസ്റ്റ് എ ലൂസർ ഹു ട്രൈഡ് വൺ മോർ ടൈം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, വിജയിച്ച ഒരാളെന്ന് പറഞ്ഞാൽ വിജയിച്ച ഒരാളെ കേൾക്കാനേ ആൾക്കാരുള്ളൂ അല്ലേ. അപ്പോൾ വിജയിച്ച ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിജയിച്ച് ഓരോ ഭാഗത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും എന്തായിരിക്കും, വൺസ് ഒരു ലൂസർ ആയിരുന്നിരിക്കാം. അവർ ഒന്നുകൂടി ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു വിജയത്തിലോട്ട് എത്തുക അല്ലേ. ഒരുപാട് തോറ്റ് കിടന്നിട്ടാണ് നമ്മൾ പിന്നെ അത് ജയിച്ചെത്തുക. അപ്പോൾ ഓർത്താൽ മതി, ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്തേക്കാം. വൺ മോർ ടൈം, ജസ്റ്റ് വൺ മോർ ടൈം. ഒരു ചാൻസ് കൂടെ എടുക്കാം. ആ ഒരു വൺ മോർ ടൈം, ആ ഒറ്റ ടൈം, ആ നമ്മുടെ കറക്റ്റ് ടൈമിലെ ഡിസിഷനാണ് നമ്മളെ ആരാക്കി മാറ്റുക, വിന്നറാക്കി മാറ്റാം. സോ റിമെമ്പർ, നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ എടുക്കുമ്പോൾ അത് വൈസ് ചോയ്സ് ആയിരിക്കണം. അല്ലാതെ ചില സമയത്ത് നമുക്ക് തോന്നും, ഇല്ല ഞാൻ ഇനി ചെയ്യുന്നില്ല, മടുത്തു, ഞാൻ ട്രൈ ചെയ്തു, ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടേച്ച് പോയാൽ അതായിരിക്കും ലാസ്റ്റ് മൊമെൻറ്റ്. നമുക്ക് കിട്ടേണ്ട ആ ഒരു ചാൻസിലോട്ട് എത്തേണ്ട അവസാനം എത്തിക്കാണും. അപ്പം നമ്മൾ ഇട്ടിട്ട് പോരുത്. അത് നമ്മുടെ ഡിസിഷൻ എപ്പോഴും ബാധിക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് നമ്മളെ ഒരുപാട് ബാധിക്കുന്ന ഒരു സംഭവമാണത്. ഇപ്പോൾ റിമെമ്പർ, ആ വൺ മോർ ടൈമിന് നിങ്ങൾ റെഡിയാണോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ ഫോർ യു ടുഡേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Adda247 മലയാളം ചാനൽ. കേരള PSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ SSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ESIC ഇൻഷുറൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, ആൻഡ് ബാങ്കിങ് സെക്ടറിലെ എക്സാമിന് വേണ്ടി നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ ക്ലാസ്സസ്, യൂട്യൂബ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ എക്സാം നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള വീഡിയോസ്, അപ്ലിക്കേഷൻ അയക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോസ്, ടിപ്സ്, സ്ട്രാറ്റജീസ്, എല്ലാത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോസ് നമ്മുടെ Adda247 എല്ലാ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. രാവിലെ എഡിറ്റോറിയൽ, വൈകുന്നേരം കറണ്ട് അഫയേഴ്സ്, കൂടാതെ എല്ലാ സബ്ജക്ട്സുകളുടെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തവർ ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ നമുക്ക് എക്സാം ക്വിസസ്, എക്സാം റിലേറ്റഡ് എല്ലാ ദിവസവും സബ്ജക്ട് ക്വിസസ് ആൻഡ് മോക്ക് ടെസ്റ്റുകളുണ്ട്. കൂടാതെ എക്സാം നോട്ടിഫിക്കേഷൻസ്, ജോബ് അലേർട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. എല്ലാ എക്സാംസിനെ പറ്റിയുള്ളത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ക്വിസസും മോക്ക് ടെസ്റ്റുകളും വിട്ടുകളത് എപ്പോഴും അറ്റൻഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമ്മുടെ ആപ്പ്, പോയി ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. അതുപോലെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ പേര് KPSC ഷോർട്ട് സെലക്ഷൻ. അപ്പോൾ നമ്മുടെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓൾ റൈറ്റ്, യെസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ 11-ാം തീയതിയാണ് ഇന്ന്. നമുക്ക് ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. ആൻഡ് സെലക്റ്റഡ് ആർട്ടിക്കിളെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം. ആൻഡ് നമ്മുടെ വൊക്കാബുലറി ഏതൊക്കെയാണ് പുതിയത് വന്നേക്കുന്നത് നോക്കാം. ഓർ പഴയതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം, വീണ്ടും റീബിൽഡ് ചെയ്തെടുക്കണം. അതുപോലെ ഗ്രാമർ സ്ട്രക്ചേഴ്സൊക്കെ സെറ്റ് ചെയ്ത് പോകണം. എല്ലാ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണ് കേട്ടോ അത്. UPSC എക്സാമിന് നോക്കുന്നവരാണെങ്കിലും, കേരള PSC എക്സാംസ്, SSC എക്സാംസ്, ESIC എക്സാംസ്, ബാങ്കിങ് എക്സാംസ്, ഏത് എക്സാമിന് നോക്കുന്നവർക്കും നിങ്ങളുടെ ജനറൽ അവയർനെസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ റീഡിങ് കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് സ്കിൽസ്, വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, അതുപോലെ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, വൊക്കാബുലറി ബിൽഡ് ചെയ്തെടുക്കാൻ, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ്, ഫോർമൽ റൈറ്റിംഗിൽ നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സെഷനാണ്. മൺഡേയ്സ് ടു സാറ്റർഡേയ്സ് 8:30 AM രാവിലെയുള്ള സെഷനാണിത്. അപ്പോൾ നമുക്കിന്ന് ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ് വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ആർട്ടിക്കിളിൽ 2 ആർട്ടിക്കിളും പൊളിറ്റിക്കൽ ഇൻക്ലിനേഷനുള്ള ആർട്ടിക്കിളാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷന് വേണ്ടിയിട്ട് അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിളാണ്. ഒന്ന്, നമ്മുടെ ജൂലൈ വരുമ്പോഴേക്കും നമ്മുടെ രാംനാഥ് കോവിന്ദ് മാറും അല്ലേ, അദ്ദേഹത്തിൻ്റെ ടൈം കഴിയും, ടെന്യൂർ കഴിയും. അപ്പോൾ അടുത്ത പ്രസിഡൻഷ്യൽ ഇലക്ഷനിലോട്ട് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ വേണം. അപ്പോൾ അതിനെപ്പറ്റി നോമിനേറ്റ്സിനെ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എല്ലാ പാർട്ടികളും തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BJP ആണ് മുന്നിൽ നിൽക്കുന്നത്, കാരണം BJP ക്കാണല്ലോ കൂടുതൽ ഫോളോവേഴ്സ് കൂടുതൽ ഇപ്പോൾ. എന്നാൽ അതുപോലെ തന്നെ ഉള്ള മറ്റു പാർട്ടികളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു ആർട്ടിക്കിൾ ഇന്നുണ്ട്. ആ പാർട്ടികളിലും അവരുടെ ഇനിഷ്യേറ്റീവ് എന്താണ്, വാട്ട് ആർ ദ പ്ലാൻസ് എന്ന രീതിയിലൊരു ആർട്ടിക്കിൾ ഇന്നുണ്ട്. കൂടാതെ ശ്രീലങ്കയിലെ റെസ്റ്റോറേഷനെ പറ്റിയാണ്. ഡെമോക്രസി റിസ്റ്റോർ ചെയ്തെടുക്കണം, പഴയ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്റിനെ റിസ്റ്റോർ ചെയ്തെടുക്കണം. ഇവിടെ ശ്രീലങ്കയിൽ അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നല്ല പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീലങ്കയുടെ അവസ്ഥ. അപ്പോൾ ശ്രീലങ്കൻ ക്രൈസിസിനെ പറ്റി ഒരു ആർട്ടിക്കിളും കൂടി ഉണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ ഏത് മിനിസ്റ്ററാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു ഗോതബായയും കൂടെ റിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു എന്താ പറയുക ഫാമിലി റെയിൻ നിർത്തിയിട്ട് ഇനി ഡെമോക്രസി റിസ്റ്റോർ ചെയ്യണം എന്നൊരു ആർട്ടിക്കിൾ, അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ആർട്ടിക്കിൾ വേണ്ട, ശ്രീലങ്ക വേണ്ട, നമുക്ക് ഇന്ത്യയിലെ കാര്യങ്ങളെ പറ്റി ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. രണ്ട് പൊളിറ്റിക്കൽ ഇൻക്ലിനേഷനുള്ള ആർട്ടിക്കിളാണ്, അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സെനറിയോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ക്ലിയർ അല്ലേ എല്ലാവരും? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വൊക്കാബ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം വൊക്കാബിൽ തുടങ്ങാം. ആദ്യം നമ്മൾ വൊക്കാബ് നോക്കുന്നു, ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ് ഒക്കെ നോക്കുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, വൺ വേർഡ്സ്, കൺഫ്യൂസിങ് വേർഡ്സ് ഒക്കെ നോക്കുന്നു. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ആർട്ടിക്കിൾ വായിക്കാം. ഏത് ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് അതിന് നമ്മൾക്ക് അതിൻ്റെ ടോൺ ഏതാണെന്ന് നോക്കാം, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെ നോക്കാം, വൊക്കാബുലറി വെച്ച് രീതി എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം സ്പോട്ട് ദ ക്വസ്റ്റ്യൻ, ഹോംവർക്ക് ആൻഡ് കഴിഞ്ഞ ഹോംവർക്ക് ഡിസ്കഷൻ. യെസ്, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ആദ്യം തന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് തുടങ്ങാം. ആദ്യത്തെ ഫ്രേസൽ വേർബ് കിക്ക് ഓഫ്. കിക്ക് ഓഫ് ചെയ്യുക, നമ്മൾ ഫുട്ബോളിലൊക്കെ കിക്ക് ഓഫ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ബോൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെ, കിക്ക് ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ആണ്. പക്ഷെ ഇവിടെ നോർമലി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കിക്ക് ഓഫ് ചെയ്തു, ദ പ്രോഗ്രാം കിക്ക്ഡ് ഓഫ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഓർത്തോണം, കിക്ക് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ബിഗിൻ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് അർത്ഥം. കിക്ക് ഓഫ്, സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഹായ് ഹരി, ഗുഡ് മോർണിംഗ്. നീ ഇന്നലെ ഇല്ലായിരുന്നല്ലോ. ഓ, ഇന്നലെയായിരുന്നു CHSL എക്സാം. വൈകുന്നേരമായപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, ഇനി CHSL ആയതുകൊണ്ടാണോ ഹരി വരാത്തതെന്ന് ഞാൻ വൈകുന്നേരമായപ്പോൾ ഒന്ന് ആലോചിച്ചായിരുന്നു. ശരി, ഇന്നലെ 10-ാം തീയതി നീ പറഞ്ഞിരുന്നല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ക്ലിയർ ക്ലിയർ. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. ഓൾറൈറ്റ്. പൊളിറ്റിക്സ് ഇസ് എ ഡേർട്ടി ഗെയിം. അതെ, പൊളിറ്റിക്സ് ഇസ് എ ഡേർട്ടി ഗെയിമാണ്. നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ഗെയിമാണോ ഹരി കേട്ടുള്ളത്? ആ ഗെയിം കേട്ടിട്ടുണ്ടായിരിക്കും, മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗ്. യെസ്, ഫിനാൻസ് മിനിസ്റ്ററാണ്. യെസ്, താങ്ക് യു അബ്രാം. ഫിനാൻസ് മിനിസ്റ്റർ, അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററാണ് റിസൈൻ ചെയ്തത്. യെസ്, താങ്ക് യു. ശ്രീലങ്കയിലെ അടുത്ത ടേക്ക് ഓവർ. കിക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ബിഗിൻ ചെയ്യുക, നമ്മൾ കേട്ട് പരിചയമുള്ള ഫ്രേസ് വേർബ് തന്നെയാണ്. ടേക്ക് ഓഫ് നമ്മളിപ്പോൾ ഈ ആഴ്ച ഫുള്ള് ഡിസ്കസ് ചെയ്താണ്. ടേക്ക് ഓവർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പിടിച്ചെടുക്കുക, അല്ലേ, കൺട്രോൾ കൈപ്പറ്റുക, അസ്യൂം കൺട്രോൾ ഓഫ് സംതിങ്, അതിനെയാണ് ടേക്ക് ഓവർ എന്ന് പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ടേക്ക് ഓവർ ചെയ്തു എന്ന് പറയില്ല. ഇപ്പോൾ റഷ്യ ടേക്ക് ഓവർ ദ ഈസ്റ്റേൺ ഏരിയ ഓഫ് ഉക്രൈൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൺട്രോൾ റഷ്യ പിടിച്ചെടുത്തു. ദാറ്റ്സ് എ ടേക്ക് ഓവർ, അല്ലേ. ടുക്ക് ഓവർ, പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ടുക്ക് ഓവർ അല്ലെങ്കിൽ ടേക്സ് ഓവർ എന്ന രീതിയിൽ വരും, സിംഗുലർ ആണെങ്കിൽ. അടുത്ത് നോക്കിയാൽ റീഡ് ഇൻ ടു. നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ് ഒരു കാര്യം ഓർത്തോണം, ഫ്രേസൽ വേർബ് ഇന്നലെ പറഞ്ഞപ്പോൾ പോലെ ഓർത്തോളാം. ഫ്രേസൽ വേർബ് ആകുമ്പോൾ റൂട്ട് ഫ്രേസൽ വേർബ് ഉണ്ടാവും. ആ ബേസ് വേർബിലാണ് മാറ്റങ്ങൾ മൊത്തം വരേണ്ടത് കേട്ടോ. പ്രിപ്പോസിഷനിലും അഡ്വേർബിലും അല്ല. റീഡ് ഇൻ ടുവിൽ റീഡിലാണ് വരേണ്ടത്, അല്ലേ, റീഡിൽ വരണം. ഓക്കെ, ബ്രിങ് ബാക്കിൽ ബ്രിങ്ങിൽ വരണം. മറ്റേ ഇഡിയംസിലാണ് അങ്ങനെ പ്രോബ്ലം ഇല്ല കേട്ടോ, അത് ഓർത്താൽ മതി. നോക്കാം. റീഡ് ഇൻ ടു എന്ന് പറഞ്ഞാൽ റീഡ് ഇൻ ടു മീൻസ് ഫൈൻഡ് എക്സ്ട്രാ മീനിങ് ഇൻ വേർഡ്സ് ഓർ ആക്ഷൻ. റീഡ് ഇൻ ടു സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ കൂടുതൽ എന്താ പറയുക വായിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അത് ലിറ്ററൽ മീനിങ് അല്ല നമ്മൾ എടുക്കുന്നത്, അത് വായിച്ചെടുക്കും. ഇപ്പോൾ അവൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് വാട്ട് വെൻ വി റീഡ് ഇൻ ടു ഹിസ് ഡയലോഗ്, വെൻ ഹി റീഡ് ഇൻ ടു ഹിസ് കോമെൻറ്റ്, അവൻ്റെ കോമെൻറ്റ് വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെയാണ് അതിന് മനസ്സിലാവുന്നത്. നമ്മൾ തന്നെ അതിൽ മീനിങ് ഇട്ട് കൊടുക്കുകയാണ്. ഫൈൻഡ് എക്സ്ട്രാ മീനിങ് ഇൻ ദ വേർഡ്സ് ഓർ ഇൻ വേർഡ്സ് ഓർ ആക്ഷൻസ്. ആക്ഷൻസിലോ അവൻ ചെയ്ത പ്രവൃത്തി, ഇപ്പോൾ നമ്മൾ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയിലോ അല്ലെങ്കിൽ ഡിമാൻഡ്. ടോൾ ഓർഡർ ഒരു ഇഡിയമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള ഇഡിയമാണ് കേട്ടോ. എക്സാമിനൊക്കെ കണ്ടിട്ടുണ്ട്. ടോൾ ഓർഡർ, ഇറ്റ്സ് എ ടോൾ ഓർഡർ. എന്താണ് ടോൾ ഓർഡർ? അണ്ടർലൈൻഡ് ഇഡിയം കണ്ടുപിടിക്കാൻ പറ്റും. ടോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ അൺറീസണബിൾ ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിമാൻഡാണ് കേട്ടോ. ഓർഡർ ചെയ്യുക, അല്ലേ, നമ്മൾ ഒരു കാര്യം ഫുഡ് ഓർഡർ ചെയ്യുക, ആ ഓർഡർ കൊടുക്കുക, ആ ഓർഡറാണ്. അപ്പോൾ ഓർഡർ മീൻസ് ഡിമാൻഡ്. അപ്പോൾ എന്താണ് ടോൾ ആണെന്ന് പറഞ്ഞാൽ
നല്ല നീട്ടമുള്ളതാണ്, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അത് ഓർത്താൽ മതി. ഇപ്പം നീട്ടമുള്ള ലിസ്റ്റ്, ടോൾ, അങ്ങനെ രീതിയിൽ ഓർത്താൽ മതി. ദ ടോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ അൺറീസണബിൾ ആയ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിമാൻഡ്, ദാറ്റ് ഈസ് എ ടോൾ ഓർഡർ. ഓർത്ത് വെച്ചോളൂ. ഓക്കെ. അടുത്ത ബ്രിങ് ബാക്ക്. ബ്രിങ് ബാക്ക് തിരിച്ചു കൊണ്ടുവരിക, റീ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓർ ബ്രിങ് ബാക്കിന് വേറൊരു കാര്യമുണ്ട്, ബ്രിങ് ബാക്ക് ദ മെമ്മറീസ് ഒക്കെ അറിയാലോ. സോ ബ്രിങ് ബാക്ക് മീൻസ് റീകോൾ ചെയ്യുക അല്ലെങ്കിൽ ഇവോക്ക് ചെയ്യുക എന്നൊരു അർത്ഥം കൊണ്ടുണ്ട്. രണ്ടർത്ഥമുണ്ട്. ബ്രിങ് ബാക്ക് മീൻസ് റീ ഇൻട്രൊഡ്യൂസ്, ഒരു കാര്യത്തിൽ നമ്മൾ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, റീ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, അതിനെ ബ്രിങ് ബാക്ക് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ബ്രിങ് ബാക്കിന് വേറൊരു അർത്ഥം എന്താണ്? നമ്മുടെ ഇവോക്ക് ചെയ്യുക അല്ലെങ്കിൽ റീകോൾ ചെയ്യുക, മനസ്സിലോട്ട് കൊണ്ടുവരിക അല്ലേ, നമ്മുടെ ഓർമ്മകളൊക്കെ അയവറുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് നമ്മൾ ഈ ബ്രിങ് ബാക്കിനെയും പറയാം കേട്ടോ. രണ്ട് മീനിങ് ഉണ്ട്, ഓർത്ത് വെച്ചോണം. ഓക്കെ. ദ ഗെയിം കിക്ക്ഡ് ഓഫ് ബൈ അവർ മാച്ച്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. യെസ്. ഹായ് ദീപക്, ഗുഡ് മോർണിംഗ്. വിനു, ലൂസിഫറിലെ ഡയലോഗ് തന്നെ. ഇല്ല, ഹരി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉഷാറില്ലായിരുന്നു. ഹരി അതറിയോ? ഹരി ഇല്ലാത്തതുകൊണ്ട് മൊത്തത്തിലൊരു ഉഷാറില്ലായ്മയായിരുന്നു. ഹരിക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അത് ചോദിച്ചില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു നിനക്ക് CHSL എക്സാം? പോയി എക്സാം ഒക്കെ എഴുതിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. യെസ്. സ്വപ്ന സുരേഷ് സെറ്റ് പൊളിറ്റിക്സ് ഇസ് എ ഡേർട്ടി ഗെയിം. ഓ, സ്വപ്ന പറഞ്ഞെന്ന്. ഓക്കെ, ലൂസിഫർ പറഞ്ഞല്ലോ, സ്വപ്ന പറഞ്ഞാണല്ലേ. ഓ, ശരി ശരി. SBI kicked off a SBI kicked off a digital learning platform for students started. Yes, great. After the death of mother, her daughters took over. After the death of mother, the daughters took over kitchen. All right, great. Rishabh Pant takes over the captaincy after Rahul got injured. All right. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് കേട്ടോ വിനു. എന്നാന്നറിയോ, സെൻറ്റൻസിലെ ആഫ്റ്ററും വരുമ്പോഴും ബിഫോർ വരുമ്പോഴും നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ടെൻസ് ഓർമ്മയുണ്ടോ നിനക്ക്? ഋഷഭ് പന്ത് ടേക്സ് വരില്ല. ഋഷഭ് പന്ത് ടുക്ക് ഓവർ ദ ക്യാപ്റ്റൻസി ആഫ്റ്റർ എന്താണ് രാഹുൽ ഗോട്ട് ഇഞ്ചോർഡ്. രാഹുൽ ഇഞ്ചോർഡിന് ശേഷം, അതിന് ശേഷം നടന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് വരണം? പാസ്റ്റ് ടെൻസ് വരണം. ഋഷഭ് പന്ത് ടേക്സ് ഓവർ അല്ല, ടുക്ക് ഓവർ വരണം കേട്ടോ. PC ജോസ് ചക്കര പിന്നെ ഹാഡ് kicked off his aggressive nature. Okay, all right. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. കുറേ ആയിപ്പോൾ കണ്ടിട്ട്. നിൻ്റെ കോമൻറ്റ് ഇന്നലെ ഞാൻ കണ്ടപ്പോഴാണ്, കോമൻറ്റ് സെക്ഷനിൽ നീ ആൻസർ ഇട്ട് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തെ നിന്നെ ഇപ്പോൾ കുറേ നാളായല്ലോ കണ്ടിട്ടെന്ന്. എങ്ങനെ പോകുന്നു പഠനമൊക്കെ? ഉഷാറാണോ? ക്ലാസ്സുകളൊക്കെ ആയിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും രാവിലെ നിന്നെ കിട്ടാത്തത്. ഇന്നലെ നിൻ്റെ കോമൻറ്റ് സെക്ഷനിൽ നിൻ്റെ ആൻസർ കണ്ടപ്പോഴാണ് നീ കുറേ നാളായല്ലോ വന്നിട്ട് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചത്. ഓക്കെ, ആവറേജ് ആയിരുന്നു. ഓക്കെ. CGL പോലെ ടഫ് ഒന്നുമില്ല. ഓക്കെ, കൊള്ളാം. ഓക്കെ. CHSL പൊതുവെ കുറച്ചുകൂടെ സിമ്പിളാണ്. നന്നായി. യെസ്, അത് കറക്റ്റ്. വിനു ടുക്ക് ഓവർ. യെസ്. ആഫ്റ്റർ കിക്ക്ഡ് ഓഫ് മൈ ജേർണി ഐ ടുക്ക് ഓവർ ദ ലീഡർഷിപ്പ്. അഞ്ജു, അവിടെ ഒരു പ്രശ്നമുണ്ട്. ആഫ്റ്റർ ഇസ് എ പ്രിപ്പോസിഷൻ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ആഫ്റ്റർ ഇസ് എ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷന് ശേഷം, സോറി, ദാറ്റ്സ് മൈ ബാഡ്. പ്രിപ്പോസിഷന് ശേഷം എന്ത് വരും? ഒബ്ജക്റ്റ് വരും. പ്രിപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നൗണോ പ്രൊനൗണോ ആകാം. അല്ലെങ്കിൽ വേർബ് ആണെങ്കിൽ അതിൻ്റെ ജെറൻ ഫോമുലേഷൻ, അതിനെ നൗൺ ഫോമുലേഷനിലോട്ട് മാറ്റണമെങ്കിൽ ജെറൻ ഇടണം. അപ്പോൾ ആഫ്റ്റർ കിക്ക്ഡ് ഓഫ് മൈ ജേർണി അല്ല, ആഫ്റ്റർ കിക്കിംഗ് ഓഫ് മൈ ജേർണി. ഈ കിക്ക് ഓഫ് കിക്സ് ഓഫ് ആക്കാം, കിക്ക്ഡ് ഓഫ് ആക്കാം, കിക്കിംഗ് ഓഫ് ആക്കാം. അപ്പോൾ എന്ത് കൊടുക്കാം? ആഫ്റ്റർ കിക്കിംഗ് ഓഫ് മൈ ജേർണി ഐ ടുക്ക് ഓവർ ദ ലീഡർഷിപ്പ്. കേട്ടോ? ആഫ്റ്റർ സ്റ്റാർട്ടിങ് മൈ ജേർണി ഐ ടുക്ക് ഓഫ്, അങ്ങനെയാണ് പറയാം. ആഫ്റ്റർ സ്റ്റാർട്ടിങ് മൈ ജേർണി. അപ്പോൾ അതുപോലെ തന്നെയാണ് ആഫ്റ്റർ കിക്കിംഗ് ഓഫ്, സെയിം മീനിങ് ആണ്. അത് കൊടുക്കാം കേട്ടോ. ഋഷഭ് പന്ത് ടേക്സ് ഓവർ ക്യാപ്റ്റൻസി ആഫ്റ്റർ രാഹുൽ ഗെറ്റ്സ് ഇൻജോർഡ്. അത് കറക്റ്റ് ദീപക്, അത് കറക്റ്റ്. കാരണം എന്താ വെച്ചാൽ അത് രണ്ടും പ്രസന്റ് ടെൻസിലാണ്. ദാറ്റ്സ് റൈറ്റ്. അത് ഞാൻ ടെൻസ് അനുസരിച്ച് പറഞ്ഞതാണ്. ഓക്കെ, രണ്ടും കറക്റ്റ്. യെസ്, ഓൾ റൈറ്റ്. അടുത്തത് അശ്വതി, ഗുഡ് മോർണിംഗ്, വെൽക്കം. ഓ, സെമസ്റ്റർ എക്സാം ആയിരുന്നോ? എങ്ങനെയുണ്ട്? സംഭവമൊക്കെ ഉഷാറല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് മറക്കണ്ട, ഇന്ന് 5 ഇഡിയംസ് ഓർ ഫ്രേസൽ വെർബ്സേ ഉള്ളൂ. കിക്ക് ഓഫ്, ടേക്ക് ഓവർ, റീഡ് ഇൻ ടു, എ ടോൾ ഓർഡർ, ബ്രിങ് ബാക്ക്. എനിക്ക് തോന്നുന്നു നമ്മൾ പഠിപ്പിച്ച് ഇത്ര കാലങ്ങളിടയിൽ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ വൺ വേർഡ്സും ഇഡിയംസ് ആൻഡ് ഫ്രേസസും വന്നേക്കുന്നത്, ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ 6ഉം 8ഉം ഏറെക്കുറെ കുറേ വന്നു അല്ലേ? കുറേ വന്നു ഇന്നലെ തന്നെ. യെസ്, അപ്പോൾ നമുക്കിന്ന് നമ്മുടെ മറ്റ് വേർഡ്സിലോട്ട് പോകാം, വൊക്കാബുലറിയിലോട്ട് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ഓക്കെ, വേറെ സെൻറ്റൻസ് ഒന്നും ഇല്ലല്ലോ? ഉണ്ട്. മീഡിയ ഹാഡ് റീഡ് ഇൻ ടു സ്വപ്നാസ് അലിഗേഷൻസ്. യെസ്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്വപ്നയുടെ കാര്യങ്ങളാണ് ചർച്ച അല്ലേ, ചൂടേറിയ ചർച്ച. ദ അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ബൈ ദി ആക്സിഡൻറ്റ്, the process of recovery required bringing back of memory.
അവിടെ ആ ഫ്രേസിനൊരു കംപ്ലീഷൻ ഇല്ലല്ലോ. ദ പ്രോസസ് ഓഫ് റിക്കവറി റിക്വയർഡ് ദ പ്രോസസ് ഓഫ് റിക്കവറി റിക്വയർഡ് ബ്രിങ്ങിങ് ബാക്ക് ഓഫ് മെമ്മറി, അത് കറക്റ്റാണ്. ദ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ആക്സിഡന്റ്, ദ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ആക്സിഡന്റ് വരില്ല. ആസ് ഹീസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ദ ആക്സിഡന്റ്, അങ്ങനെ വല്ലതും കൊടുക്കുക. ആസ് ഹീസ് അല്ലെങ്കിൽ സിൻസ് ഹീസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ദ ആക്സിഡന്റ്, അല്ലെങ്കിൽ ബിക്കോസ് ഹീസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ദ ആക്സിഡന്റ്, ദ പ്രോസസ് ഓഫ് റിക്കവറി റിക്വയർഡ് ബ്രിങ്ങിങ് ബാക്ക് ഓഫ് മെമ്മറി, അങ്ങനെ കൊടുക്കുക കേട്ടോ. ക്ലോസ് കൊടുക്കുക അവിടെ. ആ ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് അവിടെ സെറ്റ് ആയിട്ടില്ല. ഐ വാസ് കിക്ഡ് ഓഫ് ബൈ മൈ ബ്രദർ. ഐ വാസ് കിക്ഡ് ബൈ മൈ, എൻ്റെ ബ്രദർ എന്നെ തൊഴിച്ചു എന്നാണെങ്കിൽ കിക്ക് ഓഫ് വരില്ല അവിടെ, ഓഫ് വേണ്ട, ആ ഓഫ് കട്ട് ചെയ്തല്ല. ഐ വാസ് കിക്ഡ് ബൈ മൈ ബ്രദർ ആണ് കറക്റ്റ് അല്ലേ. അല്ലാതെ ഐ വാസ് സ്റ്റാർട്ടഡ് ബൈ മൈ ബ്രദർ എന്ന് പറയില്ലല്ലോ, ദാറ്റ്സ് റോങ് അല്ലേ, അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ അത് ഐ വാസ് കിക്ഡ് ആയിരിക്കും അവിടെ, ഓഫ് വേണ്ട കേട്ടോ. അവിടെ ഉദ്ദേശിച്ചതാണെങ്കിൽ ആഫ്റ്റർ ഹോസ്പിറ്റലൈസേഷൻ മൈ ഫാദർ ബ്രോഡ് ബാക്ക് ഹിസ് മെമ്മറി. ഓൾ റൈറ്റ്, ദാറ്റ്സ് റൈറ്റ്. റൈറ്റ് ആഫ്റ്റർ ദി ഓക്കെ ഓൾ റൈറ്റ്, അത് കൊള്ളാം. ആഫ്റ്റർ ദി അഡ്വേഴ്സ്ലി അഫക്റ്റഡ്, ആഫ്റ്റർ ദി അവിടെയും പ്രശ്നമുണ്ട്. ആഫ്റ്റർ ദി അഡ്വേഴ്സ്ലി അഫക്റ്റഡ്, ആഫ്റ്റർ അഡ്വേഴ്സ്ലി after the accident or after being adversely affected, അങ്ങനെ കൊടുക്കണം. ആഫ്റ്റർ കഴിഞ്ഞിട്ട് പ്രിപ്പോസിഷൻ വേണ്ടേ, സോറി ആഫ്റ്റർ ഇസ് എ പ്രിപ്പോസിഷൻ അല്ലേ, അതിനുശേഷം ഒബ്ജക്റ്റ് വേണം. അപ്പോൾ ഒബ്ജക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കാൻ പറ്റും, ഇവിടെ കൊടുക്കുന്ന അഡ്വേഴ്സ്ലി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് മീനിങ് അല്ല, സോ അത് മീനിങ് ഫുൾ അല്ല. അപ്പോൾ എന്ത് കൊടുക്കണം, ഇതിന് ഇത് കൊടുക്കാം, നമുക്കൊരു ജെറണ്ട് ഇട്ട് കൊടുക്കാം. ആഫ്റ്റർ ബീയിങ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ദി ആക്സിഡൻറ്റ്, അത് കൊടുത്താൽ കറക്റ്റ്. ആഫ്റ്റർ ബീയിങ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ദി ആക്സിഡൻറ്റ്, ഇങ്ങനെ ബാക്കി സെൻറ്റൻസിൻ്റെ ക്ലോസ് കൊടുക്കാം. റീഡ് ഇൻ ടു ഒന്നുകൂടെ. ഓക്കെ, റീഡ് ഇൻ ടു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അല്ലേ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് പറയും. അതായത് എന്താണ് വരികളിലൂടെ വായിച്ചെടുക്കുക എന്ന് പറയും. അതായത് മീനിങ് നമ്മൾ കണ്ടെത്തണം, അതിൻ്റെ എക്സ്ട്രാ മീനിങ് നമ്മൾ കണ്ടെത്തണം. അതിനാണ് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് റീഡ് ഇൻ ടു. ഒരാൾ പറയുന്ന ഒരു കാര്യത്തിനോട് കൂടുതൽ മീനിങ് കണ്ടെത്തുന്നത് അതിനെ റീഡ് ഇൻ ടു സംതിങ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയോടോ, ഒരാൾ പറയുന്നതിനോടോ ചെയ്യുന്ന പ്രവൃത്തിയോടോ നമ്മൾ ആ വേർഡ്സിലും ആക്ഷനിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്, എക്സ്ട്രാ മീനിങ് കണ്ടുപിടിക്കുന്നതിനെ നമുക്ക് പറയും റീഡ് ഇൻ ടു എന്ന് പറയും. ദാറ്റ്സ് ഇറ്റ്. റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുത്തിലൂടെ വായിക്കുക, ആ എഴുതിയേക്കുന്ന ലിറ്ററൽ മീനിങ് അല്ല, അല്ലെങ്കിൽ ഡിറക്റ്റ് മീനിങ് അല്ല, ഇൻഡയറക്റ്റ് മീനിങ് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് റീഡ് ബിറ്റ്വീൻ ലൈൻസ്. അതിൻ്റെ ഒരു ഏറെക്കുറെ മീനിങ് തന്നെയാണ് റീഡ് ഇൻ ടു. ഓക്കെ, റീഡ് ബിറ്റ്വീൻ ലൈൻസ് ഇസ് ഇഡിയം, റീഡ് ഇൻ ടു ഇസ് എ ഫ്രേസൽ വെർബ്. ദാറ്റ്സ് ഇറ്റ് കേട്ടോ, അതാണ് കാര്യം. ആഫ്റ്റർ ബീങ് സെറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ പോകാം. നമുക്ക് 15% ഡിസ്കൗണ്ട് ഉണ്ട് നമുക്കിപ്പോൾ നമ്മുടെ കോഴ്സുകൾക്ക്. കൂടാതെ ഡബിൾ വാലിഡിറ്റി ഓഫർ എന്നുകൂടിയുണ്ട് മഹാപാക്കുകൾക്കും ടെസ്റ്റ് പാക്കുകൾക്കും. അപ്പോൾ നമുക്ക് കേരള ടെസ്റ്റ് പാക്കിൽ നിങ്ങൾ പോയി നോക്കുവാണെങ്കിൽ കേരള PSCക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ടെസ്റ്റുകൾ അടങ്ങുന്ന ഒറ്റ ടെസ്റ്റ് പാക്ക് ഉണ്ട്, 499 ഉണ്ട്. അതുപോലെ മഹാപാക്ക് ഉണ്ട്. മഹാപാക്ക് 3 ദിവസം കൂടി ഉള്ളൂ. മഹാപാക്കിൻ്റെ ഇല്ലെങ്കിൽ എമൗണ്ട് കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഡബിൾ വാലിഡിറ്റി ഓഫറോട് 2 വർഷത്തെ അവൈലബിലിറ്റിയിൽ വരാൻ പോകുന്ന എല്ലാ 2 വർഷത്തെ കോഴ്സുകളും കിട്ടാൻ ഡബിൾ വാലിഡിറ്റിയോടെ നിങ്ങൾക്ക് മഹാപാക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ കോഡ് മറക്കേണ്ട Y314 Y314 എന്ന കോഡ് ഉപയോഗിക്കാം. ഞാൻ പറയുവാണ്, പ്രൈസ് കൂടാൻ പോകണം കേട്ടോ. സത്യമായിട്ടും പ്രൈസ് കൂടാൻ പോകണം. 3 ദിവസത്തിനുള്ളിൽ പ്രൈസ് കൂടും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് മഹാപാക്ക് എടുക്കാം. മഹാപാക്കിൽ എല്ലാ ലൈവ് ക്ലാസ്സുകളും കിട്ടും. എല്ലാ വീഡിയോ ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, പിന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ബുക്സ് ഉണ്ടെങ്കിൽ എല്ലാ ബുക്സും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കോഴ്സുകളും വരാൻ പോകുന്ന 2 വർഷത്തെ എല്ലാ കോഴ്സുകളും ഉണ്ടായിരിക്കും. സാധാരണ അത് 1 വർഷത്തെ വാലിഡിറ്റിയാണ്. ഇപ്പം ഡബിൾ വാലിഡിറ്റി ഉള്ളപ്പോൾ 2 വർഷത്തേക്ക് വാലിഡിറ്റിക്ക് കിട്ടുമെന്ന് സാരം. ഓക്കെ, അടുത്തോട്ട് പോകാം. നമ്മുടെ SBI അല്ല, IBPS RRB PO അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എക്സാം ഡേറ്റും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. അപ്പോൾ ഇനിയും അപ്ലൈ ചെയ്യാത്തവർ വേഗം പോയി അപ്ലൈ ചെയ്തോളണം കേട്ടോ. കാരണം ഗൂഗിൾ ബാങ്കിലോട്ട് വിളിച്ചിട്ടുണ്ട്. അറിയില്ലാത്തവർ വേഗം പോയിട്ട് നോക്കുക ആൻഡ് അപ്ലൈ ചെയ്യാം. അതുപോലെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ചേരാം. നമ്മുടെ അടിപൊളി കോഴ്സുമായിട്ട് വരുന്ന ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ബാച്ചുമായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് പ്രിലിംസിന് മെയിൻസിന് കോച്ചിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആൻഡ് ബുക്ക് കൂടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ജൂൺ 20-ാം തീയതി നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. IBPS RRBയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അതിൽ GK ജനറൽ അവയർനെസ്, അതുപോലെ റീസണിങ്, മാത്ത് ആൻഡ് ഇംഗ്ലീഷ്, മൊത്തം ഈ പറയുന്ന 4 പാർട്ടും അവൈലബിൾ ആണ് കേട്ടോ. ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മൾ 180+ അവേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 5-ാം തീയതി വരെ നമ്മുടെ ക്ലാസ്സുകളുണ്ട്. കൂടുതലും പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും വരിക. കാരണം നമ്മൾ കൂടുതലും യജ്ഞ ബാച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞിരുന്നു, ഫൗണ്ടേഷൻ ബാച്ചാണ്. ഇനി നമ്മൾ പോകുന്നത് ഇൻ്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവലിലോട്ടാണ്. ഓക്കെ, അതില്ല ഇനിയിപ്പോൾ കോഴ്സൊക്കെ അത്യാവശ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ
യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ ടെസ്റ്റ് സീരീസ്. നമുക്ക് ടെസ്റ്റ് സീരീസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ടെസ്റ്റ് സീരീസ് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡ് ആൻഡ് ആക്യുറസി വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ കോഴ്സിന് നിങ്ങൾക്ക് 3417 കിട്ടും. കോഡ് ഉപയോഗിക്കാൻ മറക്കേണ്ട 5314. അതുപോലെ ടെസ്റ്റ് സീരീസും ഈ ബുക്ക് കൂടെ മാത്രമായിട്ട് 100 ടെസ്റ്റും 2 ഈ ബുക്കുകളൂടെ കിട്ടും കേട്ടോ. 2 ഈ ബുക്ക് കൂടെ കൂട്ടി കിട്ടും. അതിന് നിങ്ങൾക്ക് 499 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, അവിടെയാണെങ്കിലും കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ IDBI ബാങ്കിലേക്കും എക്സിക്യൂട്ടീവ് പോസ്റ്റും അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റും വിളിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യാത്തവർ പോയി അപ്ലൈ ചെയ്യാം കേട്ടോ. ജൂൺ 20 തന്നെയാണ് ഈ ക്ലാസ്സും. ജൂൺ 20 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് കം ടു അസ് കേട്ടോ. അതിൽ നമ്മളെപ്പോഴും ഓപ്പൺ ടു ഇറ്റ് ആണ്. അപ്പോൾ ജോയിൻ ചെയ്യുന്നവരെ മറക്കണ്ട, ത്രൂ ആപ്പ് ഓർ വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാനാണ് 17% ഡിസ്കൗണ്ട് വേണ്ടിയിട്ടാണ് കോഡ് ഉപയോഗിക്കാൻ പറയുന്നത്. ഇനി നമുക്ക് വേർഡ്സിലോട്ട് പോകാം അല്ലേ. നമ്മുടെ വൺ വേർഡ്സ് കഴിഞ്ഞു, ഫ്രേസൽ വേർബ്സ് കഴിഞ്ഞു, ഇഡിയംസ് കഴിഞ്ഞു. ഇനി നമുക്ക് സിനണിംസിലോട്ട് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആൻറ്റണിംസിലോട്ട് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കൺഫ്യൂസിങ് വേർഡ്സ് ഒക്കെ വരുന്നുണ്ട്, അത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഗ്രാബ്. ഗ്രാബ് എന്ന് പറയുമ്പോൾ നൗണായിട്ട് വേർബായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഗ്രാബ്. ഇന്ന് നമ്മുടെ നൗണായിട്ട് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇറ്റ്സ് എ ഗ്രാബ്, അത് പിടിക്കാൻ പറ്റിയ സംഭവമാണ്. ഇറ്റ്സ് എ സീസ്, ഇറ്റ്സ് എ ഗ്രാസ്പ്, ഇറ്റ്സ് എ സ്നാച്ച്, ഇറ്റ്സ് എ ക്ലച്ച് എന്ന് പറയാം. നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് സീസ് അല്ലേ. ടേക്ക് ഹോൾഡ് ഓഫ് സംതിങ്, സീസ് ചെയ്യുക, ടേക്ക് ഹോൾഡ് ഓഫ് സംതിങ് അല്ലേ. ഗ്രാസ്പ് പിടിക്കുക, പിടിച്ചെടുക്കുക. സ്നാച്ച് കൈ അല്ലേ, പിടിച്ചെടുക്കുക, ദാറ്റ്സ് എ സ്നാച്ച്. ക്ലച്ച് സെയിം സാധനം തന്നെ. മുറുകെ പിടിക്കുക, ക്ലച്ച് ചെയ്യുക, മുറുകെ പിടിക്കുക. ഗ്രാബ് എന്ന് പറഞ്ഞാൽ മുറുകെ പിടിച്ച ഒരു സാധനം. ഗ്രാബ്, ഇറ്റ്സ് എ ഗ്രാബ്. പിടിവള്ളിയാണ് എന്നൊക്കെ നമ്മൾ പറയില്ല, ആ സാധനം. ദാറ്റ്സ് ഇറ്റ്. ഗ്രാബ് എന്ന് നൗണായിട്ടും വേർബായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് കേട്ടോ, പുറത്തുള്ള. പോർട്ടലിൽ പിന്നെ പുതിയ വാക്കൊന്നുമല്ല. പോർട്ടൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രിഡിക്റ്റ് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക. മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ പ്രിഡിക്റ്റ് ചെയ്യാണ്, ഫോർകാസ്റ്റ് ചെയ്യാണ്, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ്, എക്സ്പെക്ട് ചെയ്യാണ്. അതിനാണ് പോർട്ടൽ എന്ന് പറയാം. സെയിം മീനിങ്, ഫോർസീ ചെയ്യുന്നതിന് അതേ അർത്ഥം. പരിചയമുള്ള വാക്ക് തന്നെയാണ്. നത്തിങ് ന്യൂ. നോക്കിയ ഈസ് ട്രൈങ് ടു ബ്രിങ് ബാക്ക് ദി കമ്പനി. യാ, കുറേ നാളായില്ലേ നോക്കിയുടെ പേരൊക്കെ പോയിട്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ നോക്കി തിരിച്ചു വരാൻ പോകണം അല്ലേ. ഓൾ റൈറ്റ്, ലെറ്റ്സ് സീ. അടുത്ത് നോക്കാം. ഫേസിന് അപ്ലൈ ചെയ്തോ? ജിഷ്ണു ചോദിച്ചു തന്നെ. ഫേസിന് അപ്ലൈ ചെയ്ത പിള്ളേരെ 13-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് 11 ഫേസിന് SSC ഫേസിന് എക്സാംസിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നമ്മുടെ ജൂൺ 13 ആണ്. ഇനി ലാസ്റ്റ് മൊമെൻറ്റിലോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ SSC പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, SSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാം. ഓഗസ്റ്റ് മാസമാണ് എക്സാം വരിക. നമുക്ക് സമയമുണ്ട് പഠിക്കാനായിട്ട്. കാരണം 10th ലെവലുള്ള പോസ്റ്റുകളുണ്ട്, +2 ലെവലുള്ള പോസ്റ്റുകളുണ്ട്, ഡിഗ്രി ലെവലുള്ള പോസ്റ്റുകളുണ്ട്. അതാണ് ഫേസിൻ്റെ എക്സാമിൻ്റെ ഒരു പ്രത്യേകത. ഒറ്റ എക്സാമേ ഉള്ളൂ. ചില എക്സാം മാത്രമേ ഉള്ളൂ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇത് വരുന്നത്, ചില പോസ്റ്റുകൾക്ക് മാത്രം, അല്ലാത്തതിനില്ല. എല്ലാം ഒറ്റ എക്സാമിന് നമുക്ക് കയറിക്കട്ടെ. എപ്പോഴും ആ ചാൻസ് കിട്ടില്ല. ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. സീസ് ദ ഡേ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. യെസ്. ഈവൻ ദോ ഹി കുഡ് റീഡ് ഇൻ ടു ഹർ മൈൻഡ്, ഷി ഡിസൈഡഡ് ടു കീപ് ക്വയറ്റ്. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. Adda247 Malayalam announced that the course prices will be scaled up within 3 days. Within ഒറ്റ വാക്ക് ക്ഷമാസെ സംഭവം സെൻറ്റഡ് കേട്ടോ. Grab the opportunity. Great. Tata groups take over Air India. All right. Groups ആയതുകൊണ്ട് take correct ആണ്. The grabbing of fluency in English is made easier by Rintu ma'am. Oh, thank you. ഞാൻ ഈസ്റ്റ് റീജൻ കൊടുത്തു. കിട്ടിയാൽ അവിടെ കിട്ടി. വൈബായിരിക്കും. അത് കൊള്ളാം, നീ കൊള്ളാലോ ഹരി. ശരി, അത് നല്ല വൈബാട്ടോ, സത്യം. അത് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ നമുക്ക് കിട്ടും കേട്ടോ. സ്ഥലം നമുക്ക് മാറ്റം വരും. ഒരു രസമുണ്ട്. പക്ഷേ വേറെ ഈസ്റ്റിൽ വൈബ് ലുക്കാ. നമ്മൾ മലയാളികളെ സംബന്ധിച്ചോളം ഈസ്റ്റിൽ നമുക്ക് ഭയങ്കര എന്താ പറയുക, നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ ആ ക്ലൈമറ്റും അവിടുത്തെ റീജിയനൊക്കെ നമ്മൾ വല്ലാണ്ട് എന്താ പറയുക, നമ്മളങ്ങോട്ട് ഭയങ്കരമായിട്ട് അട്രാക്റ്റും അല്യൂർ ചെയ്യുന്നൊരു ക്ലൈമറ്റും ഇതൊക്കെയാണ് ഇഷ്ടപ്പെടുന്ന അല്ലേ. അങ്ങനെയൊക്കെ തണുപ്പും അതുപോലെ തന്നെ അങ്ങനെയുള്ള റീജിയനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് ഈ നോർത്ത് ഈസ്റ്റ്. ബട്ട് അതേസമയം ഒന്ന് ശ്രദ്ധിച്ചോണം, ഈസ്റ്റ് ഏരിയ അത്ര നല്ല പീസ്ഫുള്ളായ ഏരിയ അല്ല. എപ്പോഴും മിലിറ്ററി കൂപ്പിൻ്റെ പ്രോബ്ലംസും എപ്പോഴും അവിടെ പ്രശ്നമാണ്. അതൊന്നും ഓർത്തോണം, അതൊരു പ്രോബ്ലമാണ്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല ഹരി, കിട്ടിയില്ലേ അല്ലേ, കൊള്ളാം. മിസോറമീസ് ഗോത്ര വർഗ്ഗക്കാരുടെ കൂടെ. അങ്ങനെ, ശരി. സൗത്ത് ആഫ്രിക്ക ഗ്രാബ് ദ ഫസ്റ്റ് T20 win over India. All right. His car was grabbed by the money lenders. Great. ഗ്രാബ്ഡ് വരുമ്പോൾ 2 B ഉണ്ട് കേട്ടോ. അതുല്ല, അത് മാത്രം ശ്രദ്ധിച്ചാൽ. ഗ്രാബ്ഡിലോട്ട് വരുമ്പോൾ 2 B വരും, ഡബിൾ ബി. ഓക്കെ. അടുത്ത കീൻലി. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കീൻ ആയിരുന്നു. ഓർമ്മയുണ്ടോ നമ്മൾ കീൻ ഡിസ്കസ് ചെയ്തേ? കീൻ ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സാധനം. അപ്പോൾ കീൻലി ഒബ്സർവ്ഡ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന കാണാം.
കീൻ എന്ന് പറഞ്ഞത് അഡ്ജക്റ്റീവ് ആയിരുന്നു, കീൻലി വരുമ്പോൾ അഡ്വേർബായി. അഡ്ജക്റ്റീവിൻ്റെ കൂടെ എൽവ ഇട്ട് കൊടുത്താൽ അഡ്വേർബ് കിട്ടി. അപ്പം അതിൻ്റെ കൂടെ എൽവ ഇട്ട് കൊടുത്തേ ഈക്വലി, ആൻഷ്യസ്ലി, അക്യൂട്ട്ലി, ഷാർപ്ലി. ഇന്നലെ പഠിച്ച അതേ സാധനത്തിനൂടെ എൽവ ഞാൻ ഇട്ട് കൊടുത്തു. ഈഗർലി, ആൻഷ്യസ്ലി, അക്യൂട്ട്ലി, ഷാർപ്ലി. രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് വളരെ ഈഗർ ആയിട്ടുള്ളത്, ഒന്ന് വളരെ ആൻഷ്യസ് ആയിട്ടുള്ളതെന്നുള്ള അർത്ഥമില്ലേ, അല്ലെങ്കിൽ ഇംപേഷ്യൻ്റ്ലി എന്നൊക്കെ പറയില്ലേ, അത്. അല്ലാതെ വേറൊരു അർത്ഥം അക്യൂട്ട്ലി, വളരെ ഷാർപ്പായിട്ടുള്ള എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അടുത്ത നോക്കി ക്രിപ്ലിംഗ്. ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രിപ്ലിംഗ് ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞാൽ. ക്രിപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, ക്രിപ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ക്രിപ്പിൾഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു ഡിഫക്റ്റ് ഉള്ള എന്ന രീതിയിലാണ് ക്രിപ്പിൾഡ് ആണെന്ന് പറഞ്ഞാൽ പറയാം, അല്ലേ? ക്രിപ്പിൾ ചെയ്യുക, ഒരാളെ ക്രിപ്പിൾ ചെയ്യുക, വേർബ് പറയുക. ക്രിപ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈയും കാലൊക്കെ തല്ലി ഓടിക്കുക എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ഒരാളെ ഹാം ചെയ്യുക, ഉപദ്രവിക്കുക, ഇഞ്ചോർ എ പേഴ്സൺ അല്ലെങ്കിൽ ഹാം എ പേഴ്സൺ എന്നാണ്, അല്ലേ? ഒരാളെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നതിനെയാണ് ക്രിപ്പിൾ ചെയ്യുക എന്ന് പറയാം, വേർബായിട്ട് പറയാം. അതുകൊണ്ടാണല്ലോ അതിന് ING ഫോം ഉള്ളത്, വേർബ് ഉള്ളതുകൊണ്ടാണല്ലോ അതിന് ING ഫോം ഉള്ളത്. അപ്പോൾ ക്രിപ്ലിംഗ് ഇസ് എൻ അഡ്ജക്റ്റീവ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ക്രിപ്ലിംഗ് മീൻസ് ഹാംഫുൾ, ഡാമേജിങ് അല്ലെങ്കിൽ ഇൻജൂറിയസ്. ക്രിപ്പിൾ എന്ന വേർബ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോമുലേഷനിലായിട്ട് ING ഫോം ഉപയോഗിച്ചേക്കുവാണ്. കറക്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുലേഷൻ, അല്ലേ? പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമുലേഷൻ ഉപയോഗിക്കുന്നത്. ക്രിപ്ലിംഗ് മീൻസ് ഹാംഫുൾ, ഡാമേജിങ് അല്ലെങ്കിൽ ഇൻജൂറിയസ് എന്ന് നമുക്ക് പറയാം. അടുത്ത് നോക്കിയേ, പോളറൈസേഷൻ. പൊളാരിറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പോളറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ആണ്. പോളറൈസേഷൻ, റിലീജിയസ് പോളറൈസേഷൻ എക്സിസ്റ്റ് ഇൻ ഇന്ത്യ റൈറ്റ് നൗ. ഇന്ത്യയിൽ റിലീജിയസ് പോളറൈസേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, സെപ്പറേഷൻ ഉണ്ട്, പാർട്ടിഷൻ ഉണ്ട്, അല്ലേ? ഇപ്പോഴും നമുക്കൊരു ഡിവിഷൻ കാണാൻ പറ്റും. എവിടെ? ഇന്ത്യയിൽ റിലീജിയസ് കാര്യത്തിൽ. റിലീജിയസ് മാത്രമല്ല, കുറേ കാര്യത്തിൽ കാണാൻ പറ്റും. ബട്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞുള്ളൂ. പോളറൈസേഷൻ മീൻസ് ഡിവിഷൻ, സെപ്പറേഷൻ അല്ലെങ്കിൽ പാർട്ടീഷൻ. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഹിസ് കാർ വാസ് ഗ്രാബ്ഡ് പറഞ്ഞു. സോറി, ഓക്കെ. അടുത്ത എന്താണ്? He was keenly waiting for the joining date. Okay, for the joining date. All right. Joju grabbed cricket ball. All right. I like to grab something new. That's right. അല്ലേ, ഗ്രാബ് എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഗ്രാബ് എ ബൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടേഴ്സ് കീൻലി ഒബ്സർവ്സ് പേഷ്യൻസ്. ഷമാസെ, ഡോക്ടേഴ്സ് കീൻലി ഒബ്സർവ്സ് ആണോ? ഡോക്ടേഴ്സ് അല്ലേ സബ്ജക്റ്റ്, സിംഗുലർ അല്ലല്ലോ, പ്ലൂറൽ അല്ലേ, അപ്പോൾ ഒബ്സർവ്സ് വരില്ല. ഡോക്ടേഴ്സ് keenly observe patients. The Cold War polarized the war into two. Yes, of course. Overusing of phone is crippling to eyes, is harmful to eyes. All right. Okay. Yeah. Overuse എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഓവർ യൂസിങ് എന്ന് പറഞ്ഞാൽ പറയണമെന്നില്ല. ഓവർ യൂസ് ഓഫ് ഫോൺ, ഓവർ യൂസ് നമ്മൾ പറയും കേട്ടോ. ഓവർ യൂസ്, അതും ഞാനിപ്പോൾ ഓർത്തതാണ്. ഓവർ യൂസിങ് തന്നെ പറയണമെന്നില്ല കേട്ടോ വിനു. ഓവർ യൂസ് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഓവർ യൂസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ വാക്കായിട്ട് അല്ലെ ഹൈഫനേറ്റഡ് ആയിട്ട് എഴുതാം കേട്ടോ വിനു. സയൻറ്റിസ്റ്റ് ഗ്രാബ് ദ റെമഡി ഓൺ ക്രിപ്ലിംഗ് ലൈഫ് ഓഫ് ഹ്യൂമൻ ബീങ് ആസ് ക്യാൻസർ വിച്ച് ക്യൂർഡ് കംപ്ലീറ്റ്ലി വിത്ത് മെഡിസിൻ വിത്തിൻ 6 months. ഓക്കെ, ഓൾ റൈറ്റ്, ഗ്രേറ്റ്. അപ്പോൾ നോക്കിയേ, അടുത്ത സെറ്റിലോട്ട് പോയാലോ നമുക്ക്. പൊളാരിറ്റി പോളറൈസേഷൻ ബന്ധമുണ്ടോ? പൊളാരിറ്റിയും പോളറൈസേഷൻ തമ്മിൽ ബന്ധമുണ്ട്. പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതും ഡിഫറൻസ് ബന്ധമല്ലേ? റൂട്ട് വേർഡ് ഒന്നാ സാധനം. പൊളാരിറ്റി എന്നും പറഞ്ഞാലും പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ, പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എന്ന് പറയാം, ഡിവിഷൻ എന്നാണ്. ഡിഫറൻസ് അല്ല, ഡിവിഷൻ എന്നാണ്. പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന അവസ്ഥ, അല്ലേ? 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന അവസ്ഥ പൊളാരിറ്റി എന്ന് പറയുമ്പോൾ അതാണ് പൊളാരിറ്റി. നമ്മളിപ്പോൾ ബൈപോളാർ ഡിസോർഡർ എന്നൊക്കെ പറയുമ്പോൾ പൊളാരിറ്റി അത് റിലേറ്റഡ് സാധനം തന്നെയല്ലേ. 2 മൂഡ് ഫ്ലക്ച്വേഷനാണ് നമുക്ക് ബൈപോളാർ ഡിസോർഡർ ഉള്ള ആൾക്ക്, അല്ലേ? എക്സ്ട്രീം ആയിട്ടുള്ള 2 മൂഡ്സ് ആയിരിക്കും, അതിൻ്റെ മൂഡ് സ്വിങ്സ് ആയിരിക്കും എപ്പോഴും. അതാണ് ബൈപോളാർ ഡിസോർഡർ. അതുപോലെ പൊളാരിറ്റി എന്ന് പറഞ്ഞാലും ധ്രുവങ്ങളിൽ നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. സെപ്പറേഷൻ, അത് തന്നെ അതിൻ്റെ മീനിങ്ങും വരിക കേട്ടോ. അപ്പോൾ അടുത്തിട്ടോ, കൺസീഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കൺസീഡ് ചെയ്യുക. 2 മീനിങ് ഉണ്ട് കൺസീഡിന്. ഒന്ന് അഡ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. നമ്മളൊരു കാര്യം അഡ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അതിനെയാണ് കൺസീഡ് ചെയ്യുക എന്ന് പറയും. അല്ലെങ്കിൽ വേറെ ഒരു വാക്കുകൂടെ ഉണ്ട്, കൺസീഡ് ടു. ഫിക്സഡ് പ്രൊപ്പോസിഷൻ ടു വരുന്ന ഒരു സാധനമുണ്ട് കൺസീഡ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സറണ്ടർ ചെയ്യാം, അടിയറവ് പറയുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ yield ചെയ്യുക. ഇത് തന്നെ സെയിം, yield ചെയ്യുക ഓർ സറണ്ടർ ചെയ്യുക, സെയിം മീനിങ്. 2 മീനിങ് കൊണ്ട് ഓർത്തോണം. അഡ്മിറ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക ഒന്ന്, അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ yield ചെയ്യുക. ഓർത്ത് വെച്ചോളാം, ദാറ്റ് ഈസ് കൺസീഡ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, റെലന്റ്ലെസ് എന്നർത്ഥം. റെലന്റ്ലെസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? റെലന്റ്ലെസ് സപ്പോർട്ട്, റെലന്റ്ലെസ് ഹാർഡ് വർക്ക്, റെലന്റ്ലെസ് എനർജി എന്നൊക്കെ നമ്മൾ പറയും. അതായത് പെർസിസ്റ്റൻ്റ് ആണ്, കണ്ടിന്യൂയിങ് ആണ്, കോൺസ്റ്റൻ്റ് ആണ്, അല്ലേ? റെലന്റ്ലെസ് ഹാർഡ് വർക്ക് ആവശ്യമുണ്ട് ഫോർ സക്സസ് എന്നൊക്കെ പറയുന്നേക്കാം.
അപ്പോൾ റെലൻറ്റ്നെസ് എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് പഠിക്കുന്നതല്ല നമ്മൾ. ഒരുപാട് നാൾ മുമ്പ് നമ്മൾ എപ്പോഴും പഠിക്കാറുള്ള വാക്കാണ്. ആൻഡ് കോമൺലി യൂസ്ഡ് വാക്കാണ്. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് റെലൻറ്റ്ലെസ് സപ്പോർട്ട് എന്നൊക്കെ പറയുന്ന സാധനം. ഓർത്ത് വെച്ചോളൂ കേട്ടോ. യെസ്. Corruption has crippling impact on the democratic structure of a country. Yes, it has. There is no polarization in heart. Oh, അത് കൊള്ളാം. ചിപ്പി ഗുഡ് മോർണിംഗ്, വെൽക്കം. പനി കുറവുണ്ട്, നല്ല മാറ്റമുണ്ട്. കണ്ടില്ലേ ഞാൻ ജില്ലായിട്ടിരിക്കുന്നത്, നല്ല മാറ്റമുണ്ട്. ആകെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ സൗണ്ട് വരുന്ന നേരത്തെ ആവുന്നില്ല, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. സ്മോക്കിംഗ് ഈസ് ക്രിപ്ലിംഗ് അവർ ഹെൽത്ത്. ഓക്കെ അത് അവിടെ ക്രിപ്ലിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ അബ്രാം അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ക്രിപ്ലിംഗ് എന്തായിട്ടാണ്? നമ്മുടെ വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം സ്മോക്കിംഗ് ഈസ് ക്രിപ്ലിംഗ് അവർ ഹെൽത്ത് എന്ന് പറയുന്നത് നോക്കി ഈസ് പ്ലസ് ING, അതിനെ കണ്ടിന്യൂസ് ടെൻസിൽ, അത് അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ ഉപയോഗിച്ചത്. ബട്ട് ഇറ്റ്സ് റൈറ്റ്, ഈസ് ഹാമിങ് അവർ ഹെൽത്ത് എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഹി കൺസിഡർഡ് ദാറ്റ് ഹി വാസ് റോങ്. ഓക്കെ, ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് റോങ്. റൈറ്റ്. രണ്ടുപ ഉഷാറായി. പിന്നല്ല അബ്രാം ആണോന്ന്, അതാണ്. കേട്ടില്ലേ ചിപ്പി? കേട്ടോ, അതാണ്. ദ കയറ്റിക് സ്പീച്ച് റിസൾട്ടഡ് ഇൻ ക്രിപ്ലിംഗ് ഓഫ് പബ്ലിക് ലൈബ്രറി. റൈറ്റ്. അടുത്ത നോക്കിയേ, ഡൈവേർജൻറ്റ്. ഞാൻ ഇന്നാൾ ഡൈവേർജൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞായിരുന്നു. ഡൈവേർജൻറ്റ്, ഇൻസർജൻറ്റ് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട് അല്ലേ? ഒരു സീരീസ് ഉണ്ട്, നമ്മുടെ ഡൈവേർജൻറ്റ് സീരീസ് ഉണ്ട്. അപ്പം ഡൈവേർജൻറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതാണ് ഡൈവേർജൻറ്റിൻ്റെ അർത്ഥം. വേരിയിങ്, ഡിഫറിങ് ആയിട്ടുള്ള, അല്ലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വേരിയിങ് ആയിട്ടുള്ള, ഡിസ്സിമിലർ ആയിട്ടുള്ള, അതാണ് ഡൈവേർജൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഡൈവേർജൻറ്റ് സ്പീഷീസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസാണ്, എല്ലാം വ്യത്യാസമാണ്. ദാറ്റ്സ് വാട്ട് ഡൈവേർജൻറ്റ്. യെസ്, ഡൈവേർജൻറ്റ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഡൈവേർജിയ വേർബ് അറിയില്ലേ? ഡൈവേർജിയ, അതിൻ്റെ ഡൈവേർജിയ വ്യത്യസ്ത സ്ഥലത്തോട്ട് പോവുക. ദാറ്റ്സ് ഇറ്റ്, അതാണ് ഡൈവേർജിയ. അപ്പോൾ ഡൈവേർജൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്ജക്റ്റീവാണ്. ഡിഫറെൻറ്റ്, വേരിയിങ് അല്ലെങ്കിൽ ഡിസിമിലർ. ഓക്കെ, സെയിം സാധനമാണ്. അടുത്ത ഡിവൈസ്. ഈ ഡിവൈസ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഈ ഡിവൈസ് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു വേർബ് ഡിവൈസാണിത്. ഈ ഡിവൈസ് SC വരുമ്പോൾ ഈ ലൈസൻസ് പോലെ എപ്പോഴും ഓർത്തോണേ, ഈ SC VE എന്നുള്ളത്, സോറി SCയും CEയും തമ്മിൽ ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പ്രാക്ടീസ്, ഞാൻ എപ്പോഴും പറയുന്നത് പ്രാക്ടീസ് സെഷൻസ് നമ്മൾ സെറ്റ് ചെയ്യാം എന്ന് പറയും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഇത് വേർബാ, പരിശ്രമിക്കുക, ഇത് പ്രാക്ടീസ്. എന്നാൽ ഈ പ്രാക്ടീസോ PRACTICE, പ്രാക്ടീസ് സെറ്റ്, ഒരു പ്രാക്ടീസ് സെറ്റ് തരാം കേട്ടോ എന്ന് പറയുമ്പോൾ അത് നൗണാണ്. ഈ പ്രാക്ടീസ്, പ്രയത്നം, CE. അപ്പോൾ എപ്പോഴും ഓർത്തോണം, CE എന്ന് പറയുന്ന നൗണും SC എന്ന് പറയുന്ന വേർബും ആയിരിക്കും. SC ഇവിടെ വേർബാണ്, CE എന്ന് പറഞ്ഞാൽ നൗണാണ്. ഡിവൈസ് അറിയാലോ, ഇറ്റ് ഈസ് എ ഡിവൈസ് ടു ഹെൽപ്പ് യുവർ ഹിയറിങ്, അല്ലെ എയ്ഡ്സ് എന്താ പറയില്ല, അങ്ങനെ പോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഡിവൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഡിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുക, കൺസീവ് ചെയ്യുക, തിങ്ക് അപ്പ്, കം അപ്പ് വിത്ത്, മുന്നോട്ട് വരും, ഒരു സാധനം പ്ലാൻ കൊണ്ടുവരിക, അതിനെയാണ് നമ്മൾ പറയുക ഡിവൈസ് ചെയ്യുക എന്ന് പറയാം അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അടുത്ത നോക്കിയേ, കൊഹിറൻറ്റ്, കൊഹിസിവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കൊഹിറൻ്റ് ആണ്. കൊഹിറൻ്റ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്ന ലോജിക്കൽ ആയിട്ടുള്ള സാധനമാണ്, റീസണബിൾ ആണ്, റാഷണൽ ആണ്. ദാറ്റ് ഈസ് കൊഹിറൻറ്റ്. കൊഹിറൻറ്റ് ഈസ് അഡ്ജക്റ്റീവ്, ലോജിക്കൽ, റീസണബിൾ, റാഷണൽ. ദാറ്റ് ഈസ് കൊഹിറൻറ്റ്. കൊഹിറൻറ്റ് സ്ട്രാറ്റജി, റീസണബിൾ സ്ട്രാറ്റജി, ലോജിക്കൽ സ്ട്രാറ്റജി എന്നൊക്കെ പറയില്ലേ, ദാറ്റ് ഈസ് ഇറ്റ്, കൊഹിറൻറ്റ്. ഓർത്ത് വെച്ചോണേ, കൊഹിറൻറ്റ്. യെസ്, ആരതി ഗുഡ് മോർണിംഗ്. എന്താ പറ്റിയെന്ന് വൈകിയല്ലോ? India struggled on polarization which seems divergent in state politics. Okay. The divergent opinion among the group resulted in polarization of the group. Okay. Thief concede police station. Thief concede police station എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താ? സറണ്ടർ ചെയ്തു എന്നാണോ? അപ്പോൾ അത് മീനിങ് വരില്ല മത്തായി, അതിൻ്റെ മീനിങ് ഞാൻ ശരിയാക്കി തരാം. Thief concedes അല്ലെങ്കിൽ കൺസീഡഡ്, പാസ്റ്റ് ടെൻസ് കൊടുക്കാം. Thief conceded to the police. Surrendered to the police എന്ന് കൊടുക്കാം. Thief conceded to the police. പോലീസ് സ്റ്റേഷൻ അല്ല, to the police. പോലീസിന് സറണ്ടർ ചെയ്തു കേട്ടോ എന്ന് കൊടുക്കാം. അതായിരിക്കും ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. Police keenly observe the culprits to grab them. Okay, but due polarization among police, due to polarization, അവിടെ ടു വേണം. Due to polarization among police, they escaped. അത് കൊള്ളാം. He devised to start a new business. Great. Kerala team's relentless effort ലീഡ്സ് ഇൻ ടു വേണ്ട, ലീഡ്സ് ടു വിക്ടറി മതി. ലീഡ്സ് ടു, ലീഡിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇസ് ടു, നോട്ട് ഇൻ ടു. അല്ല കേട്ടോ വിനു, അപ്പോൾ ഇന്നും കട്ട് ചെയ്തോ, ടു മതി കേട്ടോ. രാവിലെ എണീക്കാൻ മടിയായിരുന്നല്ലേ, കൊള്ളാം. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇവിടെ മഴയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ മഴയൊക്കെ പെയ്യും എന്നൊക്കെ പറഞ്ഞ് മഴ പെയ്തിട്ട് ട്രിവാൻഡ്രത്ത് മഴയല്ലേ? ട്രിവാൻഡ്രം ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റാണ്, കൊള്ളാം. ഫോർട്ടിൽ ഇൻ ദ ഫ്യൂച്ചർ ബൈ ദ പ്രീസ്റ്റ് ലീഡ് ടു അവിടെ വരില്ലല്ലോ.
ഫോർടെല്ലിംഗ് ആണ് അടുത്ത സബ്ജക്റ്റ്. ഫോർടെല്ലിംഗ് ഇസ് എ ജെറണ്ട്. ജെറണ്ട് സബ്ജക്റ്റ് ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കണം. ഫോർടെല്ലിംഗ് ദ ഫ്യൂച്ചർ ബൈ ദ പ്രീസ്റ്റ് ലീഡ്സ് ടു പോളറൈസേഷൻ അമംഗ് ദ പ്രിൻസസ്. കേട്ടോ, ഫോർടെല്ലിംഗ് ദ ഫ്യൂച്ചർ ബൈ ദ പ്രീസ്റ്റ് leads to polarization among the princes. കേട്ടോ അശ്വതി? His ideas are always coherent in nature. Logical. Great. There is a divergent opinion. ഈ ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തെ, ഒപ്പീനിയൻ്റെ സ്പെല്ലിംഗ് നോക്കിയേ, OPI ആണ്. OPINION, 2 I ഉണ്ട്. ഒപ്പീനിയൻ ഇൻ ദ സൊസൈറ്റി. കേട്ടോ ജിഷ്ണു? among the recent environmental disaster. Okay, all right. Did she concede her faults? Admitted. Okay, admitted. Great. He conceded the crime in court. Admitted the crime. Great. He is divergent in nature. Different in nature. Yes. Moving on to next set. Unprecedented. Unprecedented എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ? Unprecedented നമ്മൾ പഠിച്ചിട്ടുള്ളത്. Unprecedented ആണെന്ന് വെച്ചാൽ നെവർ ഡൺ ബിഫോർ. ഇതുവരെ അത് കൂട്ടൊരു കാര്യം ഒരാൾ ചെയ്തിട്ട് പോലും, സംതിങ് ന്യൂ ആണിത്. അൺപ്രസിഡന്റഡ് ആണെന്ന് നമുക്കതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. അൺപാരലൽഡ്, അൺഇക്വൽഡ്, വേറൊരാളുമായിട്ട് നമുക്ക് ഇക്വൽ ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇൻകമ്പയറബിൾ, അതിനെയാണ് നമ്മൾ അൺപ്രസിഡന്റഡ് എന്ന് പറയാം. അൺപ്രസിഡന്റഡ് ആണെങ്കിൽ അൺപാരലൽഡ്, അതിനെ പാരൽ ചെയ്യാൻ പറ്റില്ല, ഇൻകമ്പയറബിൾ ആണ്, അല്ലെങ്കിൽ അൺഈക്വൽഡ് ആണ്. ഒരു സെക്കൻഡ്, ഞാൻ ഇൻകമ്പയറബിൾ ആണോ അൺകമ്പയറബിൾ ആണോ ഒന്ന് ഞാൻ നോക്കിക്കോട്ടെ. ഇൻകമ്പയറബിൾ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും ഇൻകമ്പയറബിൾ തന്നെയാണ്, കമ്പയർ ചെയ്യാൻ പറ്റാത്തത്, അതിനാണ് ഇൻകമ്പയറബിൾ. നമുക്ക് അതുകൂടി എഴുതി വെച്ചേക്കാം. അതിനാണ് അൺപ്രസിഡന്റഡ് എന്ന് പറയുന്നത്. ഇൻകമ്പയറബിൾ, അൺഈക്വൽഡ് അല്ലെങ്കിൽ അൺപാരലൽഡ് എന്നർത്ഥം. അടുത്ത നോക്കിക്കേ, അഡ്വേഴ്സ്. ഡ്യൂറിങ് അഡ്വേഴ്സ് സിറ്റുവേഷൻസ്. അഡ്വേഴ്സ് പറയുമ്പോൾ മനസ്സിലുണ്ടായിരിക്കണേ, അവേഴ്സ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അഡ്വേഴ്സും അവേഴ്സും ഉണ്ട്. അഡ്വേഴ്സ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ബട്ട് അവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അവേഴ്സ്? ഓർമ്മയുണ്ടോ? അവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അഡ്വേഴ്സും അവേഴ്സും ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഒരു ഇതിനില്ല, ഡി ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ അവേഴ്സ് എന്ന് പറയുന്നത്, സോറി, അഡ്ജക്റ്റീവ് അല്ല, അഡ്ജക്റ്റീവ് തന്നെയാണ്. അവേഴ്സ് എന്ന അഡ്ജക്റ്റീവ് തന്നെയാണ്, വേർബ് അല്ല, അഡ്ജക്റ്റീവ് തന്നെയാണ് അവേഴ്സ്. ഓക്കെ, അഡ്വേഴ്സ് അഡ്ജക്റ്റീവ് ആണ്, അവേഴ്സും അഡ്ജക്റ്റീവ് ആണ്. എന്താ അവേഴ്സ്? അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ, അൺടൈംലി, അൺലക്കി അല്ലെങ്കിൽ ടെറിബിൾ എന്നൊക്കെ അർത്ഥം. അല്ല, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അൺഫേവറബിൾ ആണെന്ന് വെച്ചാൽ അൺലക്കിയാണ്, നമുക്ക് പറ്റിയ പരിപാടിയല്ല, അല്ലേ? അൺലക്കി, അൺടൈംലി, ടെറിബിൾ, അൺഫേവറബിൾ എന്നൊക്കെയാണ് അഡ്വേഴ്സിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ അവേഴ്സിൻ്റെ അർത്ഥം എന്താ? അവേഴ്സിൻ്റെ അർത്ഥം എന്താ? ഇന്നലെ നമ്മൾ അതിൻ്റെ അഡ്വേർബ് പഠിച്ചു, അല്ലേ? അൺഫേവറബിളി, അല്ലേ? അൺലക്കിലി, ടെറിബിളി പഠിച്ചു. ഇന്ന് അഡ്ജക്റ്റീവ് പഠിക്കുന്നത് അഡ്വേഴ്സ്. അവേഴ്സിൻ്റെ അർത്ഥം പറയണേ. അവേഴ്സ് എത്ര പേര് പറയൂ നോക്കട്ടെ അവേഴ്സിൻ്റെ ആൻസർ. ആരും പറയുന്നില്ല അവേഴ്സിൻ്റെ അർത്ഥം. അവേഴ്സിൻ്റെ അർത്ഥം ടൈപ്പ് ആണ് ജിഷ്ണു. ഇറ്റ്സ് ഓക്കെ, ദെൻ കുഴപ്പമില്ല. ആഫ്റ്റർ ബീങ് ഡ്രോപ്ഡ് ഫ്രം ദ കോളേജ്, പേരൻസ് ഫോഴ്സ് ഹിം ടു കം അപ്പ് വിത്ത് എ ന്യൂ ഡിവൈസ്. അവിടെ പ്രശ്നമുണ്ട്. പ്ലാൻ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഷമാസെ, വേർബ് പ്ലാനാണ് ഉദ്ദേശിച്ചത്. ന്യൂ പ്ലാൻ തന്നെ വേണം അവിടെ. നീ ഇപ്പം ഇട്ടേക്കുന്നതിൽ തെറ്റാ. ഡിവൈസ് SC വേർബ്, ഞാൻ ഇന്നത്തെ എടുത്ത് പറഞ്ഞേ, ഡിവൈസ് SC വേർബാണ്. സി വരുമ്പോഴാണ് നൗൺ വരിക. പക്ഷെ ആ ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിവൈസ് ഇല്ലേ, ഇറ്റ്സ് എൻ അപ്പാരറ്റസ് അല്ല ഗാഡ്ജറ്റ് എന്നർത്ഥമാണ്, പുറത്തോണം. പക്ഷെ ഒരു പുതിയ പ്ലാൻ എന്നാണെങ്കിൽ അതൊരിക്കലും നൗണായിട്ട് ഉപയോഗിക്കില്ല. പ്ലാൻ എന്ന് തന്നെ നൗണായിട്ട് ഉപയോഗിക്കണം. പ്ലാൻ എന്ന് പറയുന്നത് നൗണും വേർബുമാണ്. പക്ഷെ ഡിവൈസ് നൗണും വേർബും അല്ല. SC എന്ന് പറഞ്ഞ വേർബ് മാത്രമാണ്. അതാണ് ഇതിലെ വ്യത്യാസം. ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ അവിടെ ന്യൂ പ്ലാൻ എന്നുള്ളത് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ, ഇവിടെ ഡിവൈസ് പറ്റില്ല. ഹെർ relentless efforts will help to achieve. Help what? Will help her. Help is a transitive verb കേട്ടോ, അത് മറക്കരുത്. ഹെൽപ്പ് ഒരു ട്രാൻസിറ്റീവ് വേർബാണ്, അതിനൊരു ഒബ്ജക്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ ചിപ്പി. ഹെർ relentless effort will help her to achieve her dreams. കേട്ടോ, കൊടുക്കാം. The pot is fully relentless with water. പോട്ട് ഈസ് ഫുള്ളി റെലൻലെസ് വിത്ത് വാട്ടർ പറയുമോ? റെലൻലെസ് പറഞ്ഞാൽ കംപ്ലീറ്റ്, എന്താ പറയുക, റെലൻലെസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസിസ്റ്റൻ്റ് ആണ്, കണ്ടിന്യൂയിങ് ആണ്, കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു കാര്യത്തിനാണ് കോൺസ്റ്റൻ്റ് എന്ന് പറയുക. അപ്പോൾ അതിൽ ഗ്രാമാറ്റിക്കലി പ്രശ്നമില്ല, പക്ഷേ മീനിങ് ഫുള്ളി തെറ്റല്ലേ അബ്രാമേ? ആ റെലൻലെസ് അവിടെ അതുമായിട്ടൊരു ബന്ധമില്ല. പെർസിസ്റ്റൻ്റ് ആണ്, നിലനിൽക്കുന്നുണ്ടെന്ന്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ മീനിങ് ഉണ്ട്, വെള്ളത്തോടെ നിലനിൽക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. റെലൻലെസ് പൊല്യൂഷൻ ഇൻ ഡൽഹി ലെഡ് ദി ലങ് ഡിസീസസ് ആൻഡ്
ലെഡ്, ഞാൻ ഇപ്പോഴും പറയുന്നത് കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞില്ല ഹരി, ലെഡിൻ്റെ കൂടെ 2 വേണം, അത് നിർബന്ധമാണ്, ഇങ്ങനെ കൊടുക്കാം. റെലൻലെസ് പൊല്യൂഷൻ ഇൻ ഡൽഹി ലെഡ് ടു ലങ് ഡിസീസസ് ആൻഡ് മോർ ഓവർ ഒറ്റ വാക്കാണ്, ഒറ്റ വാക്ക് കേട്ടോ. മോർ ഓവർ ഇറ്റ് ഡിവൈസ് സൈക്കിക് ഡിസോർഡേഴ്സ് among children. ഒന്നുകൂടെ പറയാം. റെലൻലെസ് പൊല്യൂഷൻ ഇൻ ഡൽഹി ലെഡ് ടു ഓടെ വേണം, ദ ലങ് ഡിസീസസ് ആൻഡ് ദ ലങ് ഡിസീസസ് വേണ്ട, വെറും ലങ് ഡിസീസസ് മതി കേട്ടോ. ലങ് ഡിസീസസ് ആൻഡ് അവിടെ ഒരു സെപ്പറേറ്റ് ഇല്ല, ലങ് ഡിസീസസ് പ്ലൂറലാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് മോറോവർ ഒറ്റ വാക്ക് ഇറ്റ് ഡിവൈസ്ഡ് സൈക്കിക് ഡിസോർഡേഴ്സ് അമംഗ് ചിൽഡ്രൻ. ഓക്കെ. കൊഹറന്റ് ഡിസിഷൻ മേക്കിംഗ് ഇസ് വെരി ഹാർഡ് വെൻ വി ആർ ആംഗ്രി. യെസ് ആണ് അല്ലേ, ആലോചിച്ച് തീരുമാനം എടുക്കുക എന്ന് പറയും അല്ലേ. അവേഴ്സ് താല്പര്യമില്ലാത്ത, യെസ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു താല്പര്യം ഇല്ലാത്ത ഒരു അവേഴ്സ് ആണെന്ന് പറഞ്ഞാൽ അഗൻസ്റ്റ് സംതിങ് അല്ലേ. സ്ട്രോങ് ഡിസ്ലൈക്ക്, അഗൻസ്റ്റ് ആണ് അതിൻ്റെ അർത്ഥം. ഒപ്പോസിറ്റ് ടു, ഇഷ്ടമല്ല, എതിർപ്പ് അല്ലെ, എഗൻസ്റ്റ് എന്നൊക്കെ അർത്ഥം. ഇതാണ് അവേഴ്സ്. അഡ്വേഴ്സ് അൺഫേവറബിൾ, മീനിങ് ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത് നോക്കിയേ, അൺലീഷ് ചെയ്യാം. ഡോണ്ട് അൺലീഷ് ദ ആനിമൽ ഇൻ മീ, ഇൻസൈഡ് മീ ഒക്കെ പറയുന്നിട്ടില്ലേ. എൻ്റെ ഉള്ളിലെ മൃഗത്തിനെ നീ അഴിച്ചുവിടരുത് എന്ന് പറയില്ലേ. അൺലീഷ് ചെയ്യുക, അഴിച്ചുവിടുക അല്ലേ. അൺലീഷ് ദ ഡോഗിനെ അഴിച്ചുവിടുക, ലീഷിൽ നിന്ന് ഊരിവിടുക അല്ലേ. റിലീസ് ചെയ്യുക, ഫ്രീ ചെയ്യുക, ലൂസ് ചെയ്യുക, അൺടൈ ചെയ്യുക, ദാറ്റ് ഈസ് അൺലീഷ്. അറിയാലോ, പരിചയമുള്ള വാക്കാണല്ലോ. ലീഷിൻ്റെ ഓപ്പോസിറ്റ് ആണ് അൺലീഷ്. ലീഷ് കെട്ടുക, അൺലീഷ് ചെയ്യുക, അഴിച്ചുവിടുക, ദാറ്റ്സ് ഇറ്റ്. അൺടൈ ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അടുത്ത് നോക്കിയേ, സോറി, റീട്രേഷൻ. റീട്രേറ്റ് എന്ന വേർബ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ്, റീട്രേറ്റ് അല്ലേ. അപ്പോൾ റീട്രേഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, റീട്രേഷൻ എന്ന് പറഞ്ഞാൽ നൗൺ ആണ്, റീട്രേറ്റിൻ്റെ നൗൺ ആണ്. റീട്രേറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക അല്ലേ. റിപ്പീറ്റ് ചെയ്യുക, റീക്യാപിറ്റുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റീടെൽ ചെയ്യുക, റീസ്റ്റേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ റീട്രേഷൻ മീൻസ് റെപ്പറ്റീഷൻ, അല്ലെങ്കിൽ റീടെല്ലിംഗ്, ഡു ഓവർ, ആവർത്തിച്ച് ചെയ്യുന്നൊരു കാര്യത്തിന് ഡു ഓവർ എന്ന് നമ്മൾ വിളിക്കും. സോ റീട്രേഷൻ മീൻസ് റിപ്പറ്റീഷൻ, റീടെല്ലിംഗ്, ഡു ഓവർ. ഓർത്ത് വെച്ചില്ല, നൗൺ ആണെങ്കിൽ. റീട്രേറ്റ് വേർബ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്, എല്ലാ ആഴ്ചയിലുള്ള വാക്കാണ് റീട്രേഷൻ അല്ലെങ്കിൽ റീട്രേറ്റ് എന്ന വാക്ക്, വേർബ്. ഇപ്പം ഇന്ന് നമ്മൾ നൗൺ പഠിക്കുകയാണ്, റീട്രേഷൻ, ദാറ്റ്സ് ഇറ്റ്. സെയിം സാധനം, ഒരു മാറ്റമില്ല, ദാറ്റ്സ് അതിൻ്റെ നൗൺ ഫോർമുലേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത് നോക്കിയേ, ബ്രീതർ. കേട്ടിട്ടുണ്ടോ ബ്രീതർ എന്ന വാക്ക്? ആദ്യമായിട്ട് നമ്മൾ ബ്രീതർ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഒരു ഇൻഫോർമൽ വാക്ക് കേട്ടോ. അതൊരു ഇൻഫോർമൽ യൂസേജ് ആണ്, അതൊരു ഫോർമൽ യൂസേജേ അല്ല, ഇൻഫോർമൽ വാക്കാണ്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, നമ്മളത് ഫോർമൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കില്ല, കോമൺ ആയിട്ട് പറയുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ബ്രീതർ മീൻസ് ബ്രേക്ക്. ഐ നീഡ് എ ബ്രേക്ക്, ടേക്ക് എ ബ്രീതർ. പോയി ഒരു ബ്രേക്ക് എടുത്തിട്ട് വാടാ അല്ലേ. ടേക്ക് എ ബ്രീതർ, ടേക്ക് എ ബ്രേക്ക്, ടേക്ക് എ റെസ്റ്റ്, ടേക്ക് എ പോസ്. അതിനാണ് റിസസ് ഒക്കെ, അതിനെയാണ് ബ്രീതർ എന്ന് പറയുക. ബ്രീതർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഒരു ബ്രേക്ക് എടുത്തിട്ട് വാ, ദാറ്റ്സ് ഇറ്റ് കേട്ടോ. അതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഡിസ്ലൈക്ക് തന്നെ. കറണ്ട് റെവലേഷൻസ് ആർ അഡ്വേഴ്സ് ടു ദി ലീഡിംഗ് പാർട്ടി. യെസ്, ഐ തിങ്ക് ഓൾ മൈ അൺപ്രസിഡന്റഡ് വർക്ക്സ് ആർ ഗ്രേറ്റ്. വർക്ക്സ് അല്ല, വർക്ക്സ് പറയില്ല. വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഴുത്തുകൾ നിന്നാണോ? അതാണ്. കൃതികൾ എന്നാണെങ്കിൽ കുഴപ്പമില്ല. അഞ്ച് ഉദ്ദേശിക്കുന്നത് കൃതികളാണെങ്കിൽ വർക്ക്സ് കുഴപ്പമില്ല. പണി എന്നുള്ള, ജോലി എന്നുള്ള വർക്ക് ആണെങ്കിൽ ഇറ്റ്സ് വർക്ക്, അൺകൗണ്ടബിൾ നൗൺ ആണ് വർക്ക്, ഓർത്തോണം. പിന്നെ ഐ തിങ്കിൽ ഐ കണ്ടോ, എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാവുള്ളൂ കേട്ടോ. നമ്മൾ ഞാൻ എന്ന് പറയുന്ന പ്രൊനൗൺ പറയുമ്പോൾ ഐ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാവുള്ളൂ കേട്ടോ. പീപ്പിൾ ആർ സ്റ്റിൽ ബിലീവിങ് ദാറ്റ് ദി അസ്ട്രോളജർ ക്യാൻ ഫോർടെൽസോ. മോഡൽ ഓക്സിലറി വേർബിൻ്റെ കൂടെ, അതെന്നെ കൊണ്ട് വീണ്ടും നിങ്ങൾ പറയിപ്പിക്കരുത് പിള്ളേരെ അല്ലേ. മോഡൽ ഓക്സിലറി വേർബിൻ്റെ കൂടെ എപ്പോഴും എന്താ വരേണ്ടത്? V1 മാത്രമേ വരാവുള്ളൂ, റൂട്ട് ഫോം ഓഫ് എ വേർബ്. അതായത് ക്യാൻ കഴിഞ്ഞിട്ട് ടെൽസ് പറയുമോ അല്ലെ ഫോർടെൽസ് പറയുമോ? ഇല്ല, ക്യാൻ ഫോർടെൽ ദ ഫ്യൂച്ചർ കേട്ടോ. ഓക്കെ അബ്രാം, കുഴപ്പമില്ല. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, ADR, is a broad term referring to unwanted, uncomfortable or dangerous effects that a drug may have. All right. After being harassed by seniors, juniors unleashed the beast in them. Okay, kolla. Tirichadi alle. The teacher asked him to reiterate the problem. Okay. Repeat. Yes. Reiteration is making frustration. Repetition is making frustration. Okay. Model plus V1. Adu thanne orthu vecholla. Let's take a breather, shall we? പിന്നല്ല, ലെറ്റ്സ് ടേക്ക് ഇറ്റ്, വൈ നോട്ട് അല്ലേ, എടുക്കാം അല്ലേ. അപ്പോൾ അടുത്ത സെറ്റിലോട്ട് പോവാം. അടുത്ത സെറ്റ് ലാസ്റ്റ് സെറ്റാണ്, കൺഡ്യൂസീവ്. പഠിച്ചിട്ടുണ്ട്, അഡ്ജക്റ്റീവ് ആണ് കൺഡ്യൂസീവ്. കൺഡ്യൂസീവ് മീൻസ് ഗുഡ്, നല്ലതാണ്, നമുക്ക് പറ്റുന്ന പരിപാടിയാണെങ്കിൽ കൺഡ്യൂസീവ് ഫോർ അല്ലേ. കൺഡ്യൂസീവ് ഫോർ സംതിങ്, കൺഡ്യൂസീവ് ടു എന്നും പറയും അല്ലേ. കൺഡ്യൂസീവ് ടു സംബഡി ആൻഡ് കൺഡ്യൂസീവ് ഫോർ സംതിങ് എന്ന് പറയും അല്ലേ. സോറി, കൺഡ്യൂസീവ് ഫോർ സംബഡി ആൻഡ് കൺഡ്യൂസീവ് ടു സംതിങ്, അതാണ് കൺഡ്യൂസീവിൻ്റെ അർത്ഥം. കൺഡ്യൂസീവ് എന്ന് പറയുമ്പോൾ ഗുഡ്, നല്ലത്
അല്ലെങ്കിൽ ഫേവറബിൾ അല്ലെങ്കിൽ ബെനിഫിഷ്യൽ, ഉപകാരപ്രദമായത് എന്നാണ് അർത്ഥം. കൺഡ്യൂസീവ് ഓർത്ത് വെച്ചോണം കേട്ടോ. ഓൾറൈറ്റ്. അപ്പോൾ ബിലീഗേർഡ്, ബിലീഗർ ചെയ്യുക, അഡ്ജക്റ്റീവ് ഉണ്ട്. ബിലീഗർ നൗൺ ഉണ്ട്, അതിൻ്റെ അഡ്ജക്റ്റീവാണ് ബിലീഗേർഡ്, ED ഫോർമുലേഷൻ, V3 ഫോർമുലേഷനിൽ. ട്രബിൾഡ്, ട്രബിൾ ചെയ്യിക്കുക എന്നുള്ള അർത്ഥമാണ്. പെസ്റ്റർ ചെയ്യുക, ശല്യപ്പെടുത്തുക അല്ലേ. നമ്മൾ ട്രബിൾ ചെയ്യുമ്പോൾ ഒരാളെ ബുദ്ധിമുട്ടിക്കുകയാണ്, പെസ്റ്റർ ചെയ്യുമ്പോഴും നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കുകയാണ് അല്ലേ. പിന്നെ ബിലീഗറിന് വേറെ അർത്ഥമുണ്ട്, സറൗണ്ട് ചെയ്യുക, ഒരാളെ ചുറ്റി വളയുക അല്ലേ, സറൗണ്ട് ചെയ്യുക. ബിസീജ് ചെയ്യുക, സെയിം വേ, ചുറ്റി വളയുക. അതായത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവില്ലേ, അതിനെ നമ്മൾ പറയും ബിലീഗർ എന്ന് പറയും. അല്ല നിങ്ങൾ എന്നെ പിള്ളേരാ ഇത്ര പേര് ലൈവിലുണ്ടായിട്ട് എത്ര പേര് ലൈക്ക് ഇട്ടു നോക്കിയാൽ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പിള്ളേരെ, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. ഈ വൊക്കാബൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടോ. നമുക്ക് വേഗം ആർട്ടിക്കിളിലോട്ടും പോവാം. ആൻഡ് പേഴ്സ്യൂ, എന്താ പേഴ്സ്യൂ? പേഴ്സ്യൂ യുവർ ടാലൻറ്റ്, പേഴ്സ്യൂ യുവർ ഡ്രീംസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഗോ ആഫ്റ്റർ, ഫോളോ, ചേസ് യുവർ ഡ്രീംസ് പറയില്ലേ, അതാണ് പേഴ്സ്യൂ. പേഴ്സ്യൂ മീൻസ് ഗോ ആഫ്റ്റർ, ഫോളോ അല്ലെങ്കിൽ ചേസ്. ഓക്കെ, പേഴ്സ്യൂ യുവർ ഡ്രീംസ് എന്ന് പറയും, ഗോ ആഫ്റ്റർ യുവർ ഡ്രീംസ് എന്ന് പറയും. ഓക്കെ. അടുത്ത, ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ഇന്ത്യ അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ദ ക്രോപ്സ്. ഉറപ്പായിട്ടും വിളകളെ അഫക്റ്റ് ചെയ്തു. യു മസ്റ്റ് ബി എക്സ്ഹോസ്റ്റഡ് ആഫ്റ്റർ ദ ലോങ് ജേർണി, ഇറ്റ്സ് ടൈം ഫോർ എ ബ്രീതർ. All right, that's great sentence. Jurassic World third part unleashed its making which gave reiteration of story like its former part. Yes. Rindimam gives unleash class to us. Unleash verb alla. Sorry, unleash verb aanu, not noun. കേട്ടോ. അപ്പോൾ അൺലീഷിങ് ക്ലാസ് കൊടുത്തോ കേട്ടോ, അൺലീഷിങ് ക്ലാസ് കൊടുത്തോ. നിനക്ക് അതിന് അഡ്ജക്റ്റീവ് ആക്കിയല്ലോ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അബ്രാമിന് അഡ്ജക്റ്റീവ് ആക്കുന്ന അൺലീഷിങ് ക്ലാസ് കൊടുത്തോ, അല്ലെങ്കിൽ അൺലീഷ്ഡ് ക്ലാസ് കൊടുത്തോ കേട്ടോ. V3 കൊടുക്കാം, അല്ലെങ്കിൽ ING കൊടുക്കാം കേട്ടോ. Yeah, all right. Throughout her stay in Delhi, she was beleaguered with problems. Yes, great. Our mentor unleashed our potential to elevate business. That's great. Okay. അപ്പോൾ സെറ്റാണ്, എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ കൺഡ്യൂസീവ് മറക്കണ്ട, ബിലീഗേർഡ് മറക്കണ്ട, പേഴ്സ്യൂ മറക്കണ്ട. ഓക്കെ, നമുക്ക് നേരെ ആർട്ടിക്കിളോട്ട് പോകും. When I came to neighbor house അല്ല, when I came to neighbor's house കൊടുക്കണം കേട്ടോ. എൻ്റെ നെയ്ബറിൻ്റെ വീട്ടിലോട്ടെന്ന് പറയണം അല്ലേ. അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റായി, when I came to my neighbor's house. നെയ്ബർ കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫീസ് കൊടുക്കാം കേട്ടോ. when I came to my neighbor's house, they unleash their dog. അത് കൊള്ളായിരുന്നു. ഓക്കെ, when I came to my neighbor's house കേട്ടോ, അതോട് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ ആർട്ടിക്കിളിലോട്ട് പോവാം. അത് ആണ് കാര്യം. ഓൾ റൈറ്റ്. അപ്പോൾ ഇന്ന് കുറച്ച് വൊക്കാബുലറി എല്ലാം ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം സിമ്പിൾ വൊക്കാബുലറി ആണ്. ഞാൻ പറഞ്ഞല്ലോ, രണ്ടും ആർട്ടിക്കിളും വളരെ സിമ്പിളായി റീഡബിളായ ആർട്ടിക്കിൾ നമുക്ക് അടിപൊളിയായിട്ട് വായിച്ചുവിടാം. അപ്പോൾ അതുപോലെ തന്നെ പറയട്ടെ, നമ്മുടെ ഡിഗ്രി പ്രിംസിൻ്റെ 3rd ബാച്ച്, 2 ബാച്ചുകൾ നമ്മൾ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഡിഗ്രി പ്രിംസ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള 3ാമത്തെ ബാച്ച് 15-ാം തീയതി ആരംഭിക്കും. 15-ാം തീയതി, 15-ാം തീയതി ആരംഭിക്കുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ ബാച്ചാണ് 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മറ്റന്നാൾ. നാളെ നമ്മുടെ 15-ാം തീയതി നമ്മുടെ ഡിഗ്രി പ്രിംസിൻ്റെ 3rd ബാച്ച് ആരംഭിക്കുകയാണ്. 6 മണി മുതൽ 7 വരെയും 8:30 മുതൽ 10 മണി വരെ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. 4-5 മാസം എടുത്ത് നമ്മൾ 4 മാസം കൂട്ടിക്കോ, 5 മാസം തന്നെ പോകുന്നില്ല, 4 മാസം എടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് പഠിക്കുകയാണ്. വാസ്റ്റ് സിലബസ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഡിഗ്രി പ്രിംസ് നമുക്ക് ഒറ്റ മാസം കൊണ്ട് 2 മാസം കൊണ്ടൊന്നും പഠിച്ചെടുക്കാനുള്ള ഇത് പറ്റില്ല. അപ്പോൾ നന്നായിട്ട് ശ്രമിച്ച് നല്ലൊരു ഫൗണ്ടേഷനോടെ വേണം പോകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി ഒരു ബാച്ചാണ്. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക. Y314 എന്ന കോഡ് ഉപയോഗിക്കാം, Y314. ഇനി കോഴ്സ് ജോയിൻ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠിച്ചോണം പിള്ളേരെ കേട്ടോ. ഇനി സമയം അവസാനത്തേക്ക് വെച്ചുകൊണ്ടിരിക്കരുത്, അത് വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. തന്നെ ഇരുന്ന് പഠിച്ചിട്ട് സെറ്റ് ആവുന്നില്ലെങ്കിൽ യു ക്യാൻ ഓൾവേസ് കം ടു അസ്. നമ്മുടെ ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അസ്ട്ര 2.0 എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോഴ്സ് ഉണ്ട്. ഈ അസ്ട്ര 2.0 എന്ന് പറയുന്നത് നമ്മുടെ SSCക്ക് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ബാച്ചാണ്. SSC എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പറഞ്ഞല്ലോ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സെൻട്രൽ ഗവൺമെൻറ് ജോലി നമുക്ക് കിട്ടും. അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ 10ാം ക്ലാസ് യോഗ്യതയുള്ളൂ എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് +2 യോഗ്യതയുള്ളൂ എങ്കിൽ എനിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ക്ലാസ് ആണല്ലേ, നല്ല ജോലിയാണ്. ലൈഫ് സ്റ്റൈൽ അങ്ങ് മാറും അല്ലേ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അങ്ങ് മാറും. മാത്രമല്ല നല്ല പേ സ്കെയില്, പിന്നെ ആളങ്ങ് വേറെ ലെവലിലെത്തും. അതാ പിന്നെ നമ്മൾ കുറച്ച് നമ്മൾ തന്നെ പോളിഷ് ചെയ്യാനുള്ള, നമുക്ക് ഭയങ്കര റിലാക്സ് ആവാനുള്ള സമയം കിട്ടും. അതാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പണി കുറവാണ്, എന്നാൽ നല്ല പേ സ്കെയിലും കിട്ടും. നല്ല പുറത്തിറങ്ങുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെന്നൊക്കെ പറയുമ്പോൾ അടിപൊളി ജോലിയല്ലേ. അപ്പോൾ അതൊന്നും ഓർത്തുള്ള വളരെ ഒരു നല്ല ജോലിയാണ്. MTS എക്സാം എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 10th ലെവൽ ക്വാളിഫിക്കേഷൻ മതി. CHSL എക്സാം എഴുതുവാണെങ്കിൽ +2 ലെവൽ ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ഹരി പറഞ്ഞിട്ടില്ലേ CHSL എക്സാം എഴുതിയേക്കുമായിരുന്നു എന്ന്.
അതുപോലെ CGL എക്സാം ആണ്, ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഫേസ് 10 എക്സാം 13-ാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫേസ് 10 എക്സാംസിന് 10th ലെവലുള്ള ജോബ് വിളിച്ചിട്ടുണ്ട്, +2 ലെവൽ വിളിച്ചിട്ടുണ്ട്, ഡിഗ്രി ലെവൽ വിളിച്ചിട്ടുണ്ട്. അത് പല മറ്റ് ഫേസുകളായിട്ടുള്ള ഈ ഫേസ് 10-ഉം ഫേസ് 9-ഉം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ എന്തിനാ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഉള്ള പല പോസ്റ്റുകളും സ്റ്റാഫ് സെലക്ഷൻ്റെ കീഴിലോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പോസ്റ്റുകൾ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കീഴിലോട്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ നമ്മൾ PSC മാത്രം നോക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ വരിക കേട്ടോ, SSCയിലോട്ട് വരിക. അറിയില്ലാത്ത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ ജൂനിയേഴ്സൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ അനിയന്മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് SSC എക്സാംസിന് നോക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരു ഫൗണ്ടേഷൻ തിരിച്ചു വന്നു പിള്ളേരെ, ഞാൻ നെറ്റ് വന്നോ? ഓക്കെ, എനിക്ക് തോന്നുന്നു നെറ്റിന് ഫ്ലക്ച്വേഷൻ ആണ്. അപ്പം അതെ ജിഷ്ണു പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ഒരു എക്സാമിന് വേണ്ടിയിട്ടും ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊണ്ട് ഒരുമിച്ച് വരാൻ പറ്റുന്ന ഒറ്റൊരു അംബ്രല്ല ഇതാണ് ഈ പറയുന്ന SSC എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത് കേട്ടോ, പഠിക്കാൻ പറ്റൊരു അവസരമാണ് പിള്ളേരെ, അത് ഓർത്തോണം. Rubber scarcity creates new headache for beleaguered automakers. Great. His unleashed behavior make me comfortable. മേക്ക് മീ വരില്ലല്ലോ, മേക്സ് മീ വേണമല്ലോ വിനു. അതെന്തുകൊണ്ടാണ്? ബിഹേവിയർ ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കുക. മേക്സ് മീ കംഫർട്ടബിൾ കൊടുക്കുക കേട്ടോ. The conducive weather gives hope to the farmers. Great. The conducive support of the society retained him with the post of president of the panchayat. Okay. Yeah. All right. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. കറക്റ്റ് ആയെങ്കിൽ പിന്നെ ആർട്ടിക്കിളോട്ട് പോകുന്നതിന് ഒരു പ്രശ്നമില്ല, ആർട്ടിക്കിളോട്ട് പോകാം. സോ നോൺ അൺനോൺസ്, അതാണ് നമ്മുടെ ആർട്ടിക്കിൾ എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പൊളിറ്റിക്കൽ ആർട്ടിക്കിളാണ്, നിങ്ങൾ ആ ഒരു സെൻസിൽ എടുത്താൽ മതി. നമുക്ക് റീഡിങ് കോംപ്രഹെൻഷന് വേണ്ടിയിട്ട് നോക്കിയാൽ മതി കേട്ടോ. നോൺ അൺനോൺസ് ആണ്. അപ്പോൾ അറിയാവുന്ന അറിയില്ലായ്മകൾ എന്നാണ് ഇവിടെ പറയുന്നത്. സോ ലെറ്റ് സി വാട്ട് ഇറ്റ് ഈസ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്, ബട്ട് അത് നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ആർട്ടിക്കിളോട്ട് പോകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി ഒരു തംസപ്പ് ഇട്ടു. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാത്തവരൊക്കെ ഒരു ലൈക്ക് ഇട്ടേക്കാം. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. The BJP nominee will be the next president, but election is crucial for the opposition. ഓക്കെ, നോക്കാം. അപ്പോൾ BJP നോമിനി ആയിരിക്കും അടുത്ത പ്രസിഡന്റ്. പക്ഷേ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒപ്പോസിഷനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ക്രൂഷ്യൽ മൊമെന്റ് ആണ്, അല്ലേ? അതെല്ലാ ഇലക്ഷനും അങ്ങനെ തന്നെയാണ്. പക്ഷേ BJP നോമിനി ആയിരിക്കും, കാരണം BJPക്ക് ആണല്ലോ കൂടുതൽ ഇത്. നോക്കാം. With President Ramnath Kovind's term set to end on July 24, the process to elect his successor has been kicked off with the Election Commission's announcement of the schedule on Thursday. The Electoral College for the presidential elections has 809 members, which includes 233 Rajya Sabha and 543 Lok Sabha members and 4033 MLAs of state assemblies. Each member has a certain vote value based on the strength of the population they represent. The voting is on July 18. The total value of votes that will be up for grabs is 10,86,431. The BJP-led NDA's tally is 5,25,706, around 20,000 votes. നോക്കാം. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് വായിച്ചുവിടാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. നോക്കിക്കേ, നമ്മുടെ രാംനാഥ് കോവിന്ദിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയ രാംനാഥ് കോവിന്ദിൻ്റെ റെയിൻ ടെനുവർ തീരാൻ പോവാണ് ഈ വരുന്ന ജൂലൈ 24-ാം തീയതി. അപ്പോഴേക്കും പുതിയ ആളെ വേണം, പുതിയ പ്രസിഡന്റ് നമുക്ക് വേണം. അപ്പോൾ സക്സസർ ആയിട്ട് വരാൻ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കിക്ക് ഓഫ് സ്റ്റാർട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ്മെന്റോടെ Thursday അനൗൺസ് ചെയ്തപ്പോഴേക്കും മുതൽ അതിനുള്ള സ്റ്റാർട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ആരാണ് അടുത്ത പ്രസിഡന്റ് ആവുക എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ശരിക്കും പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് 4809 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ രാജ്യസഭ അംഗങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, രാജ്യസഭാ അംഗക്കാർ 233 രാജ്യസഭാ അംഗങ്ങൾ, ലോക്സഭാ അംഗം 543 മെമ്പേഴ്സ് ഉണ്ട്. അതുകൂടാതെ 4033 MLAs കൂടെ അടങ്ങുന്ന MLAs ഓഫ് സ്റ്റേറ്റ് അസംബ്ലീസ് അടങ്ങുന്ന ആൾക്കാരാണ് ഇതിലോട്ട് പോകുന്നത്. അപ്പോൾ ഓരോ മെമ്പറിനും സർട്ടൻ വോട്ട് വാല്യൂ ഉണ്ട്. അപ്പോൾ എത്ര പോപ്പുലേഷൻ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നതനുസരിച്ച് ഓരോ മെമ്പറിൻ്റെ വോട്ടിനും അത്ര വാല്യൂ ഉണ്ട്, സർട്ടൻ വാല്യൂ ഉണ്ട്. വോട്ടിംഗ് നടക്കാൻ പോകുന്നത് ജൂലൈ 18-നായിരിക്കും. ജൂലൈ 18-നാണ് വോട്ടിംഗ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ വാല്യൂ വോട്ടിനെ പറ്റി അത് ശരിക്കും അതാണ് പിടിച്ചെടുക്കാൻ പോകുന്നത്, അല്ലേ? അത് എത്ര ആയിരിക്കും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആൻഡ്
BJP ലെഡ് ചെയ്യുന്ന NDയുടെ ടാലി എന്ന് പറഞ്ഞ 5,25,706 അതായത് 20,000 വോട്ട്സ് ഷോർട്ട് ഓഫ് ദ മെജോറിറ്റി മാർക്ക്. ബട്ട് ദർ ഇസ് നോ ഡൗട്ട്, മെജോറിറ്റി മാർക്കിൽ നിന്ന് ഇത്ര ഒരു ഷോർട്ടേജേ ഉള്ളൂ. ബട്ട് ദർ ഇസ് നോ ഡൗട്ട് ദാറ്റ് ഇറ്റ്സ് നോമിനി വിൽ ഓക്യുപൈ രാഷ്ട്രപതി ഭവൻ. അതിലൊരു ഡൗട്ടും ഇല്ല. ആ രാഷ്ട്രപതി ഭവനിൽ BJPയുടെ നോമിനിയാണ് കയറാൻ പോകുന്നതിൽ ഒരു ഡൗട്ടും ആർക്കും ഇല്ല. എല്ലാവർക്കും അത് അറിയാവുന്ന ഫാക്ടറാണ്, നോൺ ഫാക്ടറാണ്. ദ ബിജു ജനതാ ദൾ വിത്ത് 31,686 votes and the YSR Congress with 43,450 votes have conveyed to the government their wholehearted support. The Odisha CM Naveen Patnaik on May 30th and YSR Congress Chief and Andhra Pradesh CM YS Jagan Mohan Reddy on June 2 met the PM, reportedly committing their votes to the BJP's choice for the highest office. നമുക്കറിയാം, ഇത് അറിയാവുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇതാണ് കാര്യം. നോക്കിക്കോ, ബിജു ജനതാദളിൽ 31,686 വോട്ട്സ് ഉണ്ട്. YSR കോൺഗ്രസിന് 43,450 വോട്ട്സ് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? ദേ ഹാവ് കൺവേ ടു ദ ഗവൺമെന്റ്. അവർ ഗവൺമെന്റിനോട് പറഞ്ഞു ഞങ്ങൾ കട്ട സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. BJPയോട് പറഞ്ഞു ഞങ്ങൾ ഉണ്ടാവും കൂടെ, അല്ലേ, ഒരു പ്രശ്നമില്ല. ഒഡീഷ CM-ആയ നവീൻ പട്നായിക്ക് പറഞ്ഞു മെയ് 30-ന് നവീൻ പട്നായിക്കും അതുപോലെ തന്നെ YSR കോൺഗ്രസ് ചീഫും അതുപോലെ ആന്ധ്രാപ്രദേശ് CM ആയിട്ടുള്ള YS ജഗൻമോഹൻ റെഡ്ഡിയും ജൂൺ 2-ന് PM-നെ പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ സപ്പോർട്ട്, ഞങ്ങളുടെ കട്ട സപ്പോർട്ട് കൂടെ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്കറിയാം. എന്തായാലും BJPയിലെ നോമിനിയാണ് നമ്മുടെ അടുത്ത പ്രസിഡന്റ്. അതോ ഉറപ്പാണ്, അതിലൊരു മാറ്റമില്ല. ഈവൻ ദോ ദ ഔട്ട്കം ഈസ് ഫോർടോൾഡ്. നമുക്കറിയാം ഔട്ട്കം ഫോർടോൾഡ് ആണ്, നമുക്കറിയാം. The contest will have many layers of political meaning and symbolism and therefore will be keenly watched by the country and the world. The new president will take over at a time when, അപ്പോൾ ഇതിന് എല്ലാവർക്കും അറിയാം BJPയുടെ ആള് തന്നെ, നോമിനി തന്നെയാണ് നമ്മുടെ പ്രസിഡന്റ് ആയിട്ട് വരാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ ഒരു കാര്യത്തിന് ഈ ഫോർടോൾഡ് ആയ ഔട്ട്കം ആണെങ്കിൽ റിസൾട്ട് ഫോർടോൾഡ് ആണെങ്കിൽ പോലും എല്ലാവർക്കും ഇതിനെ ഭയങ്കര ആകാംക്ഷയോടെ നോക്കിക്കാണാണ്. കാരണം ഇതിൻ്റെ ഒരുപാട് പൊളിറ്റിക്കൽ മീനിങ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പൊളിറ്റിക്കൽ മീനിങ് ഉണ്ട് ആൻഡ് സിംബലിസം ഒക്കെ ഉള്ളൊരു കാര്യമാണ്. കാരണം ലോകം മൊത്തം നോക്കിക്കാണാൻ പോകുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും ഇത്. ആൻഡ് അതുപോലെ നമ്മുടെ കൺട്രി മൊത്തത്തിൽ. കാരണം ഈ ഒരു പ്രസിഡന്റ് ആൻഡ് ഈ ഒരു സമയം ന്യൂ പ്രസിഡന്റ് ടേക്ക് ഓവർ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞൊരു ക്രൂഷ്യൽ മൊമെന്റ് ആണ്, ക്രൂഷ്യൽ ടൈമാണ്. വെൻ ദ കൺട്രി ഈസ് ഫേസ് വിത്ത് ക്രിപ്ലിംഗ് റിലീജിയസ് പോളറൈസേഷൻ. ശരിക്കും ഈ ഒരു ടൈം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വളരെ ഡാമേജിങ് ആയിട്ടുള്ള റിലീജിയസ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. വളരെ ഡാമേജിങ് ആയിട്ടുള്ള, വളരെ ഇഞ്ചൂറിയസ് ആയിട്ടുള്ള, വളരെ മോശപ്പെട്ട രീതിയിലുള്ള റിലീജിയസ് ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ഡൈവേർഷൻ, നമുക്ക് കറക്റ്റ് പാർട്ടിഷൻ കാണാൻ പറ്റും. ആൻഡ് ദർ ആർ ലോട്ട്സ് ഓഫ് അതർ ചാലഞ്ചസ് ആസ് വെൽ. അല്ല, ഇത് മാത്രമാണോ ഉള്ളത്? ഇത് റിലീജിയസ് പ്രോബ്ലം മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ? അല്ല, നമ്മുടെ നാട്ടിൽ എന്തിനാ കുറവ്, എന്തിനാ പഞ്ഞുള്ള എല്ലാ പ്രോബ്ലവും നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഡൈവേഴ്സ് പ്രോബ്ലംസ് ഉണ്ട്, അല്ലേ? ദിസ് ഇസ് എ സെക്കൻഡ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ where JNK's, Jammu and Kashmir's legislators will not participate. But the first after it became a UT in 2019. അപ്പോൾ 2019-ൽ യൂണിയൻ ടെറിട്ടറിയായി മാറ്റിയതിന് ശേഷമുള്ള ആദ്യത്തെ ഇലക്ഷനാണ്. അതുപോലെ ഇറ്റ് വിൽ ബി ദ സെക്കൻഡ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ഈ സമയത്ത് രണ്ടാമത്തെ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയത് 2019. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഇലക്ഷൻ ആയത്. മാത്രമല്ല ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ലെജിസ്ലേറ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലാത്ത രണ്ടാമത്തെ ഇലക്ഷനുമായിരിക്കും ഇത്. So, in the nomination of Mr. Kovind, a Dalit from the heartland, the BJP sent a political message 5 years ago. It will certainly have another one this year. That is being anticipated eagerly to read into what the BJP strategy will be going on to the 2024 general election. The presidential poll will also be a test for the opposition in terms of its unity, leadership and talking points. The Congress has its highest number of votes among the non-BJP parties, but its acceptance among other parties is at the lowest in a long time. The TSR chief, അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാംനാഥ് കോവിന്ദിനെ കൊണ്ടുവന്ന് വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചൊരു സമയമാണ്. കാരണം വെച്ചാൽ ഒരു ദളിത് ആളെ ഒരു നോമിനിയെ കൊണ്ടുവന്നു ഇവർ ഫ്രം ദ ഹാർട്ട്ലൻഡ് മെയിൻ പ്ലേസിൽ നിന്നൊരു ദളിതിനെ കൊണ്ടുവന്നു ആൻഡ് നോമിനിയാക്കി വെച്ചു എന്ന് പറയുമ്പോൾ അത് BJP ഒരു വലിയൊരു മെസ്സേജ് കൊടുത്തു. 5 വർഷം മുമ്പ് വലിയൊരു മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്തത് BJP. അപ്പോൾ അത് തന്നെ ഇറ്റ് വിൽ സർട്ടൻലി ഹാവ് അനദർ വൺ. ഈ വർഷം അതുപോലെ ഒരു വലിയൊരു മെസ്സേജുമായിട്ട് ഇപ്പോൾ സിംബലിസം ഒക്കെ അതാ പറഞ്ഞ സിംബലിസം ഒരു സിംബൽ ക്രിയേറ്റ് ചെയ്യാൻ അവരെന്തായാലും നോക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ആൻറ്റിസിപ്പേറ്റഡ് ഈഗർലി. അത് ഭയങ്കര ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് വി ക്യാൻ റീഡ് ഇൻ ടു, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ദ സ്ട്രാറ്റജി, എന്താണ് BJPയുടെ സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു ഇതായിരിക്കും നോമിനിയെ കൊണ്ടുവരുന്ന സമയത്ത്.
അതാണ് നമ്മുടെ 2024 ജനറൽ ഇലക്ഷനിലോട്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നൊരു കാര്യം. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രസിഡൻഷ്യൽ പോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പോസിഷൻ പാർട്ടിയുടെ യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ക്രൂഷ്യൽ മൊമെന്റ് തന്നെയാണ്. ഇൻ യൂണിറ്റി ലീഡർഷിപ്പിൻ്റെ അല്ലേ, നമ്മുടെ യൂണിറ്റിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ലീഡർഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതൊക്കെ നമ്മളെ ശരിക്കും നോക്കി കാണേണ്ട ഒരു ടൈമാണ് അല്ലേ. ഒരു പാർട്ടിയുടെ യൂണിറ്റി, ലീഡർഷിപ്പ് ആൻഡ് ടോക്കിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് വല്ലാണ്ട് നോക്കി കാണേണ്ട ഒരു സമയമാണ് ഈ പറയുന്ന പ്രസിഡൻഷ്യൽ പോൾ എന്ന് പറയുന്നത് ഒപ്പോസിഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പാർട്ടി എടുത്ത് പറയുകയാണെങ്കിൽ കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് ഉള്ള നോൺ BJP പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. പക്ഷെ പ്രോബ്ലം എന്താണ്, മറ്റു പാർട്ടികൾക്കൊന്നും മറ്റു പാർട്ടികളുടെ സപ്പോർട്ടില്ല, അക്സെപ്റ്റൻസ് ആർക്കില്ല, കോൺഗ്രസിനില്ല എന്നുള്ളതാണ് നമുക്ക് അത് വ്യക്തമായ ഒരു കാര്യമാണല്ലോ. TRS ചീഫ് ആൻഡ് തെലങ്കാന CM K. Chandrasekhar Rao and the TMC leader and the West Bengal CM Mamata Banerjee want to lead the opposition coalition and hence appear unwilling to concede the leadership to Congress, though they have not made any public statement on the question. ഇതുവരെ വേണ്ട, മുഴുവൻ വായിച്ചിട്ട് പറയാം അല്ലേ. AP leader and Delhi CM Arvind Kejriwal, who is relentless in his attack on the BJP, is equally opposed to the Congress. Considering these divergent views and conflicting ambitions, it will be a tall order for the opposition to devise a united front and coherent strategy. All told, the presidential election will be a demonstration of how political forces are aligned in the country. നമുക്കത് പറയാം എന്തായാലും. അപ്പോൾ തെലങ്കാനയുടെ TSR ചീഫും തെലങ്കാന CMഉം K. Chandrasekhar Rao, അതുപോലെ TMCയുടെ ലീഡർ, അതുപോലെ വെസ്റ്റ് ബംഗാൾ CM മമത ബാനർജി, ഇവർക്കൊക്കെ ഒപ്പോസിഷൻ കോളിഷൻ, ഒപ്പോസിഷൻ കൊളിഷൻ കൊണ്ടുവരണം എന്ന് താല്പര്യമുണ്ട്, കൊളിഷൻ ഗവൺമെന്റ് കൊണ്ടുവരണം താല്പര്യമുണ്ട്. പക്ഷെ അവരൊരിക്കലും ദേ ആർ നോട്ട് റെഡി ടു സറണ്ടർ ടു കൺസീഡ് ടു ദേ ആർ നോട്ട് റെഡി ടു കൺസീഡ് ടു നമ്മുടെ അവർക്കൊരു പുതിയൊരു കൊളിഷൻ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ ദേ ആർ നോട്ട് റെഡി ടു കൺസീഡ് ടു കോൺഗ്രസ്. കോൺഗ്രസിന് അടിയറവ് പറയാൻ അവരൊന്നും റെഡി അല്ലതാനും. പക്ഷെ അത് ഇതുവരെ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുറത്തോട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ ഒരു കാര്യം പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ രാം ആദ്മി പാർട്ടി അറിയാലോ, ഡൽഹി ചീഫ് മിനിസ്റ്ററായ അരവിന്ദ് കെജ്രിവാളിനാണെങ്കിലും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്കാണെങ്കിലും ഒരിക്കലും BJPയോട് എങ്ങനെയാണോ അവർക്ക് താല്പര്യമില്ലായ്മ, അതേപോലെ കോൺഗ്രസിനോട് ഇല്ലായ്മയുണ്ട്. അത് ദേ ആർ റിയലി ഒപ്പോസിങ് BJP ആസ് വെൽ എസ് കോൺഗ്രസ്. അതിൽ ഒരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന ഡൈവേർജന്റ് വ്യൂസ്, ഇത്രയും ഡിഫറെന്റ് വ്യൂസ് ഉള്ള ഒരു സമയത്ത്, ആൻഡ് എല്ലാവർക്കും ഡിഫറെന്റ് വ്യൂസ് ആണ്, എല്ലാ പാർട്ടിക്കും ഡിഫറെന്റ് വ്യൂസ് ആണ്, എല്ലാ പാർട്ടിക്കും ഡിഫറെന്റ് അംബീഷൻസ്, കോൺഫ്ലിക്റ്റിംഗ് അംബീഷൻസ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ റിയലി ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലേ. ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി ഡിഫിക്കൽട്ട് ഓർഡർ, എ ടോൾ ഓർഡർ ആയിരിക്കും. അതായത് ടോൾ ഓർഡർ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതിന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ എന്താ പറയുക, ഡിഫിക്കൽട്ട് ഡിമാൻഡ് ഫോർ ദ ഒപ്പോസിഷൻ. പുതിയൊരു പ്ലാന് അല്ലേ, ഒരു ഒപ്പോസിഷന് ടു പ്ലാൻ എ യുണൈറ്റഡ് ഫ്രണ്ട്, ഒരു യുണൈറ്റഡ് ഫ്രണ്ട് കൊണ്ടുവരിക, അതുപോലെ തന്നെ വലിയൊരു ലോജിക്കൽ സ്ട്രാറ്റജി കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹെർക്കൂലിയൻ ടാസ്ക് ആണ് പറയാൻ പോകുന്നത്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇറ്റ്സ് ഗോയിങ് ടു ബി ഡെമോൺസ്ട്രേഷൻ, ഒരു പ്രകടനമായിരിക്കും നമ്മുടെ മുമ്പിൽ. എന്താണ്, പൊളിറ്റിക്കൽ ഫോഴ്സ് എല്ലാം അലൈൻ ചെയ്തു വരുന്ന, കൺട്രിയിൽ അലൈൻ ചെയ്തു വരുന്ന ഒരു പ്രകടനം തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന നമ്മുടെ presidential ഇലക്ഷനിലൂടെ. സോ ഇറ്റ് ഈസ് ഹൈലി അനലിറ്റിക്കലായ ആർട്ടിക്കിളാണ്, നത്തിങ് മോർ, നത്തിങ് ക്രിട്ടിക്കൽ, സംതിങ് ദാറ്റ് ഈസ് അനലൈസ്ഡ് ഹിയർ. പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്തായിരിക്കും എന്ന് അനലൈസ് ചെയ്യുന്നു മാത്രമാണ്. ദാറ്റ്സ് ഇറ്റ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. ഓക്കെ ആണോ? സെറ്റാണോ? സെറ്റായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോ, മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോ. I was beleaguered when I helped my friend. I was troubled. All right, great. UK reduced restriction. It's conducive for Indians. Right, great. Opposite parties unity കാണിച്ചാൽ പ്രസിഡന്റ് ഇലക്ഷനിൽ BJP പൊട്ടും. ഡോമിനന്റ് ലോക്കൽ പാർട്ടീസ് ആണ്. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ കാണുന്ന പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ് കുറയും. ബട്ട് അമിത്ഷാ ഇറങ്ങിയിട്ടുണ്ട്. അതെ സത്യം. അത് ശരിക്കും അത് വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അതാണ്. I don't have a breather. You don't have a break? അമിതാഭ് ബച്ചൻ നോട്ടിഫിക്കേഷൻ ലിസ്റ്റിലുണ്ടെന്ന് കേൾക്കുന്നു. എന്തോ ഉള്ളത് പോകാനായിരിക്കും, ഉള്ള പേര് കളയാനായിരിക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ. സിനിമ നടന്മാരെപ്പോൾ പൊളിറ്റിക്സിൽ ഇറങ്ങിയാൽ അന്ന് പിന്നെ അവർ പിന്നെ സിനിമയിൽ കാണത്തില്ല, അല്ലെങ്കിൽ സിനിമയിലുള്ള ആ വില അങ്ങ് പോയി കളയും. അങ്ങനെ ഒരു ഗുണം നമ്മുടെ സിനിമ നടന്മാർക്കുണ്ട്. സോ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ത്യ ആൻഡ് ഇറാൻ നീഡ് റീബിൽഡിംഗ് ദെയർ ടൈസ് അഫക്റ്റഡ് അഡ്വേഴ്സ്ലി ബൈ റീസെന്റ് ഗ്ലോബൽ ഈവൻറ്റ്സ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ? സിമ്പിൾ ആൻസർ ആണ്, എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പറയൂ പറയാൻ പറ്റുന്നേ ഉള്ളൂ, പറഞ്ഞോളൂ. ഓക്കെ, പറയൂ.
ഓക്കെ, പറ പിള്ളേരെ, പറ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന് ആൻസർ വേഗം പറഞ്ഞാൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ തരാം. ചെറുപടേന്ന് ആൻസർ പറഞ്ഞാൽ ചെറുപടേന്ന് അടുത്ത ക്വസ്റ്റ്യൻ തരാം. യെസ്, ദ പ്രൊഫസർ ഓൾവേസ് ഹാവ് ആൻ ഓൾട്ടർനേറ്റീവ് ഡിവൈസ് ഫോർ എവറി ലൂട്ട്സ്. വിനു, ഞാൻ ഇപ്പം പറഞ്ഞോളൂ, പ്രൊഫസർ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റാ. അതിന് ഓൾവേസ് കഴിഞ്ഞിട്ട് പിന്നെ ഹാവ് വരുമോ? ഹാസ് അല്ലേ വരുള്ളൂ. സിംഗുലർ വേർബ് കൊടുക്കണ്ടേ? പ്രൊഫസർ ഓൾവേസ് ഹാസ് ആൻ ഓൾട്ടർനേറ്റീവ് ഡിവൈസ് വരില്ല. പ്ലാൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, SC പറഞ്ഞാൽ ഉറപ്പിച്ചോ. ഡിവൈസ് എന്ന് പറഞ്ഞാൽ അത് വേർബാണ്, ഇറ്റ്സ് നോട്ട് എ നൗൺ, വേർബാണ്. അപ്പോൾ പ്ലാൻ തന്നെ നീ കൊടുക്കണം കേട്ടോ. എവറി ലൂട്ട്സ് ഒന്നും വരില്ല. എവറിയുടെ കൂടെ സിംഗുലർ നൗണേ കൊടുക്കുള്ളൂ. എവറി ലൂട്ട്, നോട്ട് എവറി പീസ്, എവറി പാർട്സ് പറയില്ല. എവറി പാർട്ട്, എവറി മെൻ പറയോ? ഇല്ല, എവറി മാനേ പറയുള്ളൂ. എവറി വുമൺ, എവറി വിമൻ പറയോ? ഇല്ല. എവറി പീപ്പിൾ പറയോ? ഇല്ല. എവറി പേഴ്സൺ. അപ്പോൾ അത് ഓർക്കുക, എവറിയുടെ കൂടെ എപ്പോഴും സിംഗുലർ നൗണേ കൊടുക്കത്തുള്ളൂ. ഇവിടെ 3 തെറ്റ്. എവറിയുടെ കൂടെ സിംഗുലർ നൗൺ, ഡിവൈസ് എന്ന് പറയുന്ന വേർബ് SC ആകുമ്പോൾ അത് വേർബ് മാത്രമാണ്, അതുകൊണ്ട് പ്ലാൻ എഴുതണം. പ്രൊഫസർ സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് സിംഗുലർ വേർബ് കൊടുക്കുക, ഹാസ് കൊടുക്കുക കേട്ടോ. യെസ്, അപ്പോൾ ഇവിടെ നീഡ് കഴിഞ്ഞിട്ട് ഒരിക്കലും ജെറണ്ട് വരാൻ പാടില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചുള്ള, ഒരിക്കലും ജെറണ്ട് വരാൻ പാടില്ല. നീഡിൻ്റെ കൂടെ, നീഡ് ആസ് എ മെയിൻ വേർബ് ആയിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ 2+V1 കൊടുക്കാൻ പറ്റുള്ളൂ. നീഡ് ടു റീബിൽഡ്. അതേപോലെയാണ് ഇത് ഡിഗ്രി പ്രിലിംസിന് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇനി 2 കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തി തരാം. നമുക്ക് നീഡ് എന്ന വേർബ് ഉണ്ട്, ഡെയർ എന്ന വേർബ് ഉണ്ട്. ഇവ രണ്ടും മെയിൻ വേർബായിട്ടും ഉപയോഗിക്കാം, ഇവയെ നമുക്ക് മോഡൽ വേർബായിട്ടും ഉപയോഗിക്കാം. മോഡലായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ഇതിൻ്റെ കൂടെ എന്ത് കൊടുക്കണം? V1 കൊടുക്കണം. മെയിൻ വേർബായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2+V1 അല്ലെങ്കിൽ ഒബ്ജക്റ്റോ കൊടുക്കാം. പക്ഷേ ജെറണ്ട് കൊടുക്കാൻ പാടില്ല. നോ ജെറണ്ട്, അത് മാത്രം ഓർത്തോളാം. നോ ജെറണ്ട്. ഐ നീഡ് ഇറ്റ് അല്ലേ, അത് പറയുമല്ലോ നമ്മൾ. പക്ഷേ 2+V1 കൊടുക്കാവുള്ളൂ, ജെറണ്ട് കൊടുക്കാൻ പാടില്ല. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ, അത് സ്ക്രീൻഷോട്ട് എടുക്കണേ. ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ദിസ് ഇസ് വൈ ബിക്കോസ് ദ ഡിമാൻഡ് ഫോർ ദി അബോളിഷൻ ഓഫ് ദി ഓഫീസ് ഓഫ് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് അസ്യൂംസ് സിഗ്നിഫിക്കൻസ്. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒറ്റയടിക്കാൻ നിങ്ങൾക്ക് കിട്ടും. ഇനി ഞാൻ വായിക്കുന്നില്ല, വായിച്ചാൽ ഞാൻ ചിലപ്പോൾ ആൻസർ പറയും. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, ആൻസർ എനിക്ക് കോമന്റ് സെക്ഷനിൽ തരണം. ഓക്കെ, ഇനി നമുക്ക് വരാൻ പോകുന്ന സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇനി വരാൻ പോകുന്ന ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത 13-ാം തീയതി, അതായത് മറ്റന്നാൾ നമ്മുടെ ദേവസ്വം ബോർഡ് LDയുടെ സെക്കൻഡ് ബാച്ച് വരാൻ പോകണം. അപ്പോൾ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് അറിയാലോ, നേരിട്ട് കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഒറ്റ എക്സാമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും, പെട്ടെന്ന് തന്നെ എക്സാം നടത്തും. അതാണ് ദേവസ്വം ബോർഡിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആർക്കെങ്കിലും ദേവസ്വം ബോർഡിൽ അപ്ലൈ ചെയ്യാൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ പഠിക്കാൻ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ട്, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. Y314 എന്ന കോഡ് ഉപയോഗിക്കാം. Y314 എന്ന കോഡ് ഉപയോഗിച്ച് Adda247.com എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആപ്പ് വഴിയോ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അത് മറക്കണ്ട. പിന്നെ നമുക്ക് മറന്നുപോയല്ലോ, നമുക്ക് 2 മണിക്ക് ഇനി 2 മണിക്ക് നമ്മുടെ ഒരു ബാങ്കിങ് ക്ലാസ് ഉണ്ട് നമ്മുടെ സുബിൻ സാറിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് 6 മണിക്ക് നമ്മുടെ കാവ്യ മിസ്സിൻ്റെ ക്ലാസ് ഉണ്ട്. IBPS RRBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. IBPS RRB റീജിയണൽ ബാങ്ക് റൂറൽ ബാങ്കിൻ്റെ വിളി വന്നിട്ടുണ്ട്, കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ. അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാനുള്ളവർ വേഗം പോയി അപ്ലൈ ചെയ്യുക. ബാങ്കിങ് സെക്ടർ പഠിക്കുന്നവരെല്ലാവരും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പ്രാക്ടീസ് ചെയ്യാൻ ഇനി സമയമില്ല, ഓഗസ്റ്റ് 7-ാം തീയതി എക്സാം ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാവ്യ മിസ് 6 മണിക്ക് വരും. 2 മണിക്ക് സുബിൻ സാറിൻ്റെ ക്ലാസ്സും ഉണ്ട് കേട്ടോ, അത് മറക്കണ്ട കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവ്രി വൺ. അതുപോലെ നമ്മുടെ എന്താ പറയുക, കീപ് സപ്പോർട്ടിങ് ആൻഡ് കീപ് വാച്ചിങ്. കാണുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൊളീഗ്സിന്, നിങ്ങളുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കസിൻസ്, റിലേറ്റീവ്സ് എല്ലാവരും പരിചയമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്നും പരിഗണിക്കാം കേട്ടോ. അപ്പോൾ കോമെന്റ് സെക്ഷനിൽ ആൻസർ അയക്കാൻ മറക്കണ്ട. സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച് എവ്രി വൺ. അപ്പോൾ നാളെ കാണാം കേട്ടോ. ഇന്നിപ്പോൾ സാറ്റർഡേ അല്ലേ, ഇന്നിപ്പോൾ നമുക്ക് സാറ്റർഡേ ആയില്ലേ. അപ്പം നാളെ 11 മണിക്ക് മറക്കണ്ട. സൺഡേയ്സിൽ നമുക്ക് 11 മണിക്ക് നിങ്ങൾക്ക് വൊക്കാബുലറി റിവിഷനുമായിട്ട്, അതിപ്പോൾ ഇത് എഡിറ്റോറിയൽ മാത്രമല്ല എല്ലാം എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു വൊക്കാബുലറി സെഷൻ നിങ്ങൾക്കുണ്ട് സൺഡേ 11 AM. അപ്പോൾ 11 AM കാണാം. താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ.